ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എടങ്ങേറാക്കുന്ന ഒരു സ്വഭാവം ഇസ്ലാമിലില്ല. ഉറക്കൊഴിച്ച് ശരീരത്തെ അപകടപ്പെടുത്തി ശരീരത്തിന് രോഗങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും എന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥയിൽ ഇബാദത്തെടുക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം. പരിശുദ്ധ ഖുർആൻ പറയുന്നതും ഹദീസുകൾ പറയുന്നതും ഒക്കെ അങ്ങനെയാണ്. അള്ളാഹു എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസം ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ പുരുഷന്മാരോടുള്ള കാഴ്ചപ്പാടുകളാകട്ടെ, സ്ത്രീകളോടുള്ള കാഴ്ചപ്പാടുകളാകട്ടെ, ട്രാൻസ്ജെൻഡേഴ്സിനോടുള്ള കാഴ്ചപ്പാടുകളാകട്ടെ, ഇസ്ലാമിന് വ്യക്തമായ നിലപാടുകൾ എല്ലായിടത്തും ഉണ്ട്. അവിടൊക്കെ എളുപ്പമാണ് കാക്ഷിക്കുന്നത്. നമ്മൾ പള്ളിയിൽ വരുമ്പോഴും സ്ത്രീകളോട് പള്ളിയിൽ പോകേണ്ട എന്ന് പറയുന്നത് സ്ത്രീകളോടുള്ള ഒരു എളുപ്പമാണ്. സുബഹിന്റെ നേരത്തും ജമാഅത്ത് ഇശാഇന്റെ നേരത്തെല്ലാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ പോകണമായിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് ഫർള് കിഫായയാണ്, സുന്നത്ത് മുഅക്കദ എന്നാണ് പ്രബലമായ അഭിപ്രായം. ഒരു നാട്ടിൽ ജമാഅത്ത് നടക്കുക എന്നുള്ളത് ഫർള് കിഫായയാണ്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഫർള് ഐനാണ് എന്ന അഭിപ്രായം ഒക്കെ തുഹ്ഫയിൽ പങ്കുവെക്കുന്നുണ്ട്. ജമാഅത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു നാട്ടിൽ ഒരു ജമാഅത്ത് നടന്നില്ല എങ്കിൽ ആ നാട്ടിലെ പുരുഷന്മാരെല്ലാവരും കുറ്റക്കാരാണ്, സ്ത്രീകൾ അതിൽ പെടൂല. കാരണം പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുക എന്ന ഒരു കൽപ്പന അവർക്കില്ല. ഭർത്താവ് വീണ് കിടക്കുകയാണ്, ഭർത്താവിന് ജോലി ചെയ്യാൻ കഴിയില്ല, എന്നാൽ പോലും ഈ പെണ്ണ് ജോലിക്ക് പോയി ഭർത്താവിനെ തീറ്റിപ്പോറ്റേണ്ട ഒരു ചുമതല ഇവർക്കില്ല. അതേ സമയത്ത് ഭാര്യക്ക് തിന്നാൻ കൊടുക്കുകയും ഭാര്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സ്ത്രീകളോടുള്ള റഹ്മത്ത് എല്ലാ സ്ഥലങ്ങളിലും പരിശുദ്ധമായ ദീനിൽ കാണാം. പുരുഷന്മാർക്കും അതുപോലെ തന്നെയാണ്. പുരുഷന്മാരോടുള്ള കാഴ്ചപ്പാടുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. സജീവമായ ചർച്ചകളിലേക്ക് വന്നത് സമീപകാലത്താണ്. എന്നാൽ നേരത്തെ ഈ വിഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മുടെ ഫുഖഹാക്കൾ ചർച്ച ചെയ്യുകയും അവരുടെ നിലപാടുകൾ, മതപരമായ നിയമങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ഖണ്ഡിതമായ വിധി പറയുകയും ചെയ്തിട്ടുണ്ട് ഈ സമൂഹത്തെ പറ്റി. അതിനെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ട് ഇവർക്ക് തീർത്തും ദയാരഹിതമായ നിലപാടുകളാണ് പുതിയ സമൂഹം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഹുൻസ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് ഇസ്ലാം നേരത്തെ വേറൊരു മതവും അതിനെ അഡ്രസ് ചെയ്തതായിട്ട് അറിയില്ല. എന്നാൽ ഈ വിഭാഗത്തെ പറ്റി നമ്മുടെ പരിശുദ്ധമായ ദീൻ പറഞ്ഞു, ഈ ഹുൻസ ആണിനോട് സാദൃശ്യം കൂടുതലാണെങ്കിൽ ആണിന്റെ ഹുക്കുമും, പെണ്ണിനോടാണ് കൂടുതൽ സാദൃശ്യമുള്ളതെങ്കിൽ പെണ്ണിന്റെ ഹുക്കുമും ആണ് അവർക്ക് കൽപ്പിക്കപ്പെടേണ്ടത് എന്ന് പരിശുദ്ധമായ ഫുഖഹാക്കൾ പഠിപ്പിച്ചപ്പോൾ അതെന്ന് ശരിയല്ല. ശരീരം എന്ത് തന്നെ ആകട്ടെ, തോന്നലുകളുടെ പിന്നാലെ പോകണം എന്ന് പറയുന്ന ആധുനിക കാഴ്ചപ്പാടുകൾ എത്രത്തോളം അവരെ അപകടപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല പുതിയ സമൂഹം. ഇവരെന്താ പ്രശ്നം? ആണിന്റെ ശരീരവും പെണ്ണിന്റെ മനസ്സുമായിരിക്കും ചിലർക്ക് പെണ്ണിന്റെ ശരീരവും ആണിന്റെ മനസ്സുമായിരിക്കും. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ വേണ്ടത്? സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് നൽകി ആണിന്റെ ശരീരമുള്ള പെണ്ണിന്റെ മനസ്സുള്ള ആളെ ആണിന്റെ മനസ്സാക്കിയെടുക്കാൻ മാനസികമായ ട്രീറ്റ്മെന്റ് ആണ് ശരിക്കും ചെയ്യേണ്ടത്. സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത്. കാരണം ശരീരം കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാൽ അവര് സമീപിക്കുന്ന എങ്ങനെ? ശരീരത്തിന് ഓപ്പറേഷൻ ചെയ്തിട്ട് യൂട്രസ് ഒക്കെ നീക്കം ചെയ്ത് ഹോർമോണൊക്കെ കുത്തിവെച്ച് ആണിന്റെ ശരീരമുള്ള ഈ ശരീരത്തെ പെണ്ണിന്റെ ശരീരമാക്കി മാറ്റാൻ വേണ്ടി നോക്കും. എന്നിട്ട് ഈ സർജറി കഴിഞ്ഞ ആളുകളുടെ ഇന്റർവ്യൂ ഉണ്ടാവും കുറെ. എത്രമാത്രം അപകടപ്പെട്ടുകൊണ്ട് സങ്കീർണമായ ജീവിതമാണ് അവർ നയിക്കുന്നത്. ശരിക്കു വേണ്ടത് ഒരു സൊല്യൂഷൻ
ഇനി മാത്രവുമല്ല, പുതിയ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് അബദ്ധങ്ങളും തോന്നലുകളും കൊണ്ട് നടക്കുന്ന ഒരു സമൂഹമാണ്. ഇങ്ങനെ ശസ്ത്രക്രിയ കഴിഞ്ഞു, ആണ് പെണ്ണായി എന്ന് പറയുന്നു, പെണ്ണ് ആണായി എന്ന് പറയുന്നു, ഇവര് തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നു. എന്നാൽ നേരത്തെ പെണ്ണായിരുന്നവൾ ഇപ്പോൾ ആണായിരുന്നവന്റെ കൂടെ ജീവിച്ചിട്ട് അതിൽ ഗർഭമുണ്ടായി കുട്ടി പ്രസവിച്ചപ്പോൾ, നേരത്തെ പെണ്ണായവൾ പ്രസവിച്ചപ്പോൾ പുതിയ സമൂഹം പറയാണ് ആണ് പ്രസവിച്ചു എന്ന്. സമൂഹം ആകെ എന്താ പറയാ, തോന്നലുകളുടെ പിന്നാലെ. എന്നാൽ ഈ സമൂഹത്തെ സമീപിക്കേണ്ട ഒരു രീതി, ഞാൻ പറയാം ഇസ്ലാമിന്റെ ഒരു ലാളിത്യത്തെ കുറിച്ച്, അവർക്ക് ബുദ്ധിമുട്ടുകളില്ലാത്ത രൂപത്തിൽ, അവർക്ക് അവകാശപ്പെട്ട അവകാശങ്ങൾ ലഭിക്കേണ്ട രൂപത്തിൽ അവരെ പരിഗണിക്കുകയും അഡ്രസ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു മതമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹർരിമൂ തയ്യിബാതി മാ അഹല്ലല്ലാഹു ലക്കും വലാ തഅതദൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുവദനീയമാക്കിയ നല്ല കാര്യങ്ങളെ നിങ്ങൾ നിഷിദ്ധമാക്കരുത്. അല്ലാഹു അനുവദനീയമാക്കിയ കാര്യങ്ങളൊന്നും നിങ്ങൾ ഹറാമാക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. വെറും ആരാധനകൾ കൊണ്ട് മാത്രമല്ല ഇസ്ലാം പൂർണ്ണമാകുന്നത്. ഒരു ഭാഗത്ത് അമലുകൾ പൂർണ്ണമായി തുലാസിന്റെ ഒരു ഭാഗത്തും, മറ്റൊരു ഭാഗത്ത് സൽസ്വഭാവവും തൂക്കി നോക്കിയാൽ സൽസ്വഭാവത്തിന് തൂക്കം കൂടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ നല്ല അമല് ചെയ്യുന്ന ആളാണ്, സ്വഭാവം മോശമാണ്, മറ്റൊരാൾക്ക് അമല് കുറവാണ്, സൽസ്വഭാവിയാണ് എങ്കിൽ അയാളുടെ മീസാനിൽ സൽസ്വഭാവമായിരിക്കും, സൽസ്വഭാവം കൂടുതലുള്ള ആളുടെ മീസാനായിരിക്കും തൂങ്ങി നിൽക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തുനബി പറഞ്ഞു, അമാ ഇന്നഹു സയതുലു അലൈക്കും മിൻ ഹാദൽ ബാബി റജുലുൻ മിൻ അഹ്ലിൽ ജന്നഹ. ഈ വാതിലിലൂടെ സ്വർഗത്തിൽ കടക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ ഇങ്ങോട്ട് കടന്നു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ സ്വഹാബത്ത് വലിയ ആശ്ചര്യത്തോടുകൂടെ അങ്ങനെ കാത്തിരിക്കുകയാണ്, ആരാണ് കടന്നു വരുന്നതെന്നറിയാൻ. കാരണം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആകാംക്ഷയോടുകൂടെ അങ്ങനെ നിൽക്കുമ്പോൾ സഅദ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കയറി വന്നു. സ്വഹാബത്തിന് അത്ഭുതം. കാരണം ഞങ്ങളെല്ലാവരും ഉറപ്പിച്ചു സഅദ് സ്വർഗത്തിലാണ്, പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അങ്ങനെ അറിയപ്പെട്ട ഒരു സ്വഹാബിയൊന്നുമല്ല. സ്വഹാബികളുടെ കൂട്ടത്തിൽ സാധാരണ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വഹാബി. ആ സ്വഹാബിയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അമാ ഇന്നഹു സയതുലു അലൈക്കും മിൻ ഹാദൽ ബാബി റജുലുൻ മിൻ അഹ്ലിൽ ജന്നah. ഈ വാതിലിലൂടെ കടന്നു വരുന്നയാൾ സ്വർഗത്തിൽ കടക്കാൻ പോകുന്നയാളാണ്. ഇന്നലെ സഅദ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് വന്നത്. ഇന്ന് ആരാണ് വരുന്നതെന്നറിയാൻ ആകാംക്ഷയോടുകൂടെ സ്വഹാബത്ത് കാത്തു നിൽക്കുമ്പോൾ അന്നും കയറി വരുന്നത് സഅദ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തന്നെയാണ്. ഇന്നലെ സഅദാണ്, ഇന്നും സഅദാണ് റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂന്നാമത്തെ ദിവസവും കയറി വരുന്നത് സഅദ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. കൂട്ടത്തിൽ എത്രയോ പ്രഗൽഭരായ മുത്തബിഉസ് സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. എല്ലാ സുന്നത്തുകളും എടുത്തു ജീവിക്കുന്ന സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോൾ മൂത്രമൊഴിക്കാൻ ഇരുന്നിരുന്നു പണ്ട്.
പിന്നീട് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പോകുന്ന സമയത്ത് അവിടെ നിന്ന് ഇരുന്ന് എണീറ്റു. സ്വഹാബത്ത് ചോദിച്ചു, എന്തേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നിരുന്നു. ഇങ്ങനെ ഓരോ സുന്നത്തുകളെയും അപ്പടി പകർത്തുന്ന സ്വഹാബിയാണ് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു, എല്ലാ അമലുകളും ചെയ്യുന്ന. അപ്പൊ അവർക്കൊക്കെ വലിയ ഒരു അത്ഭുതം. എന്താണ് സഅദ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ചെയ്യുന്ന ആരാധന ഒന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ അന്ന് രാത്രി ഇശാ ഒക്കെ കഴിഞ്ഞിട്ട് സഅദ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയിട്ട് വാതിലിൽ മുട്ടി. വാതിൽ തുറന്നു നോക്കുമ്പോഴാണ് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു. മർഹബൻ ഇബ്ന അഖീ, വെൽക്കം. എന്താണ് ഇപ്പൊ ഈ രാത്രി പതിവില്ലാതെ ഇങ്ങോട്ട് വന്നിരിക്കുന്ന? വാതിൽ തുറന്നു കൊടുത്ത്. ഹാജ, ഒരു കാര്യം ഉണ്ടായിരുന്നു. സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ അങ്ങോട്ട് വരണോ? ഇങ്ങോട്ട് കയറി ഇരുന്ന് സംസാരിക്കല്ലേ? അതെ, ഞാൻ അങ്ങോട്ട് അകത്തേക്ക് കയറാം. സംസാരങ്ങൾ ഇങ്ങനെ നടന്നിട്ട് അവസാനം അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാനൊന്ന് ഇവിടെ കിടന്നുറങ്ങിക്കോട്ടെ, ഇന്ന് രാത്രി ഇവിടെ കിടന്നോട്ടെ. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിനെന്താ, കുഴപ്പമില്ലല്ലോ. പായം തലയണക്ക് എടുത്തു കൊടുത്ത് സഅദ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആകുന്ന വീട്ടുകാരൻ ഉറങ്ങാൻ തുടങ്ങി. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ എഴുന്നേൽക്കും, പാളി നോക്കും, എന്താണ് സഅദ് ബിൻ മാലിക് ചെയ്യുന്നത്? കാരണം സ്വർഗത്ത് പോണ ആളാണ്, ആ അമല് കണ്ടിട്ട് വേണം ചെയ്യാൻ. സഅദ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പ്രത്യേകിച്ച് ചെയ്യുന്നതൊന്നും കാണുന്നില്ല, ഉറക്കിലാണ്. പായം തലയണയും എടുത്തു കൊടുത്തു ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ദിക്റിലാണ്, സ്വലാത്തിലാണ്, നിസ്കാരത്തിലാണ്. ഇടക്കിടക്ക് ഇങ്ങനെ പാളി നോക്കുന്നു. സഅദ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പ്രത്യേകിച്ച് ചെയ്യുന്നതൊന്നും കാണുന്നില്ല. പിറ്റേന്ന് നേരം പുലരാനായപ്പോൾ സുബ്ഹിന്റെ ഒരൽപ്പം മുമ്പ് എഴുന്നേറ്റിട്ട് സഅദ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തഹജ്ജുദ് നിസ്കരിച്ചു. പതിവ് പോലെ അല്പം ദുആ ചെയ്തുകൊണ്ട് സുബ്ഹി നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ പോകുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് പതിവ് പോലെ ജോലിക്ക് പോവുകയാണ്. അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ കരുതി, ഇതെന്തൊരു അമലാണ്, ഒരു പക്ഷേ ഞാൻ വന്നതുകൊണ്ട് ഇന്ന് അമല് ചുരുക്കിയിട്ട് എനിക്ക് ബുദ്ധിമുട്ടാകണ്ട എന്ന് കരുതിയിട്ട് നേരത്തെ ഉറങ്ങിയതാകാം. ഏതായാലും ഇന്നുകൂടി പോയി നോക്കാം. രണ്ടാമത്തെ ദിവസവും ഇശാ കഴിഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിൽ വരുമ്പോൾ അന്നും സഅദ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെയാണ്. യാതൊരു അമലുകളും കൂടുതലായി ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ തന്നെ വന്നപ്പോ ചോദിച്ചു, ലഅല്ല ബൈനക വബൈന അഹ്ലിക ശൈ, വീട്ടുകാർ തെറ്റി വന്നതാണോ? ഒന്നല്ല ഇപ്പം ഇവിടെ വേറെ എവിടെയും കിടക്കാനില്ലാത്തതുകൊണ്ട് തമാശക്ക് ചോദിച്ചു എന്നല്ലാതെ ഒന്നുമല്ല, ഒരു കാര്യമുണ്ട്, ഒന്ന് ഉറങ്ങണം ഇവിടെ. ഓക്കെ, ഉറങ്ങിക്കോളൂ. ബഹുമാനപ്പെട്ടവർ പായം തലയണക്ക് എടുത്തു കൊടുത്ത് നല്ല ആതിഥ്യ സൽക്കാരൊക്കെ നൽകി അവര് കിടന്നുറങ്ങി. ബഹുമാനപ്പെട്ടവരിങ്ങനെ നിരീക്ഷിക്കുകയാണ്. എന്നാ പിന്നെ ഞാൻ വന്നതുകൊണ്ട് എന്റെ ഉറക്ക് മുടക്കണ്ട എന്ന് കരുതിയിട്ടാകുമെന്ന് കരുതി ബഹുമാനപ്പെട്ടവർ മൂന്നാമത്തെ ദിവസവും വന്നു. അന്നും അങ്ങനെ തന്നെ. അങ്ങനെ മൂന്നാമത്തെ ദിവസം മടങ്ങിപ്പോകുന്ന സമയത്ത് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 ദിവസം പറഞ്ഞു, സ്വർഗസ്ഥനായ ഒരാളെ കാണണമെങ്കിൽ ആ വാതിലിലൂടെ ഇപ്പൊ ആള് കടന്നു വരും, അയാളെ നോക്കിയാൽ മതി എന്ന് തങ്ങൾ പറഞ്ഞപ്പോൾ 3 ദിവസവും നിങ്ങളാണ് കയറി വന്നത്. അപ്പൊ നിങ്ങൾ അമല് കാണാൻ വേണ്ടി, അത് പഠിച്ചിട്ട് അത് ചെയ്ത് സ്വർഗത്ത് കടക്കാൻ വേണ്ടി, നിരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ നോക്കുന്ന സമയത്ത് നിങ്ങൾ വല്ലാതെ രാത്രി മൊത്തം ഉറക്കൊഴിച്ചിട്ടുള്ള അമലോ അങ്ങനെയുള്ള നിസ്കാരമൊന്നും നിങ്ങൾ നിസ്കരിക്കുന്നത് കാണുന്നില്ല. എന്നെക്കാൾ കുറച്ച് അമലേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ. അത് ഞാൻ വന്നതുകൊണ്ട് നിങ്ങൾ അമല് ചുരുക്കിയതാണോ? നിങ്ങളെ പ്രത്യേകമായ വല്ല അമലുകളും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം എന്ന് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അപ്പൊ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, അത്ര ലഈഫൊന്നുമല്ല ഞാൻ. ഒരാള് വരുമ്പോഴേക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അമല് ചുരുക്കാൻ മാത്രമുള്ള ഈമാനിലുള്ള ദുഅഫ് എനിക്കില്ല. അത് പാടില്ലല്ലോ.
അമലുകൾ മുഴുവൻ അല്ലാഹുവിനാകണം. അമലുകൾ ചെയ്യുന്നതും ഒരാൾ കാണാൻ വേണ്ടി അമല് ചെയ്യുന്നതും ശിർക്കാണ്. ഒരാൾ കാണും എന്ന് കരുതിയിട്ട് അത് ഉപേക്ഷിക്കുന്നതും ശിർക്കാണ്. എന്ന് വെച്ചാൽ ശിർക്ക് രണ്ട് രൂപമുണ്ട്. ശിർക്ക് ജലിയ്, ശിർക്ക് ഖഫിയ്. വ്യക്തമായ ശിർക്ക്, ഗുപ്തമായ ശിർക്ക് എന്ന് പറയും. ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് പങ്കു ചേർക്കൽ, അഥവാ അള്ളാഹുവിന് ചെയ്യേണ്ട ആരാധനകളിൽ വേറെ ആരെങ്കിലും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് മറ്റുള്ളവർക്കും കൂടി പങ്കുവെക്കുന്നതിനാ ശിർക്ക് എന്ന് പറയാം. അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹുണ്ട് എന്ന് പരസ്യമായി വ്യക്തമായ നിലക്ക് പറയുന്നത് ശിർക്ക് ജലിയ്, വ്യക്തമായ ശിർക്ക്. എന്നാൽ ശിർക്ക് ഖഫിയ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് മാത്രം ചെയ്യേണ്ട ഇബാദത്ത്. അങ്ങനത്തെ എല്ലാ ഇബാദത്തും അള്ളാഹ് ചെയ്യേണ്ടത്. അള്ളാഹ്ക്കല്ലാതെ വേറെ ആർക്കും ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അതല്ല ലാ മഅബൂദ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധ്യൻ ഇല്ല എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ. അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹു ഇല്ല. അപ്പൊ എല്ലാ ഇബാദത്തുകൾക്കും അർഹനായവൻ, നിർവഹിക്കപ്പെടേണ്ടവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അപ്പൊ ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ നിസ്കരിക്കാൻ നിൽക്കുകയാണ്, ലില്ലാഹി തആല എന്നാണ് പറയണത് കൂടെ നാലാൾക്കാർ കരുതട്ടെ നമ്മൾ തറാവിക്കൊക്കെ മുന്നിലെ സഫിൽ ഉണ്ടാകുന്ന ആളാണ് എന്ന് മനസ്സിൽ തോന്നിപ്പോയാൽ അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഇബാദത്ത് ആർക്കും കൂടിയായി? ഈ നാലാൾക്കാർക്കും കൂടിയായി. അപ്പൊ എന്തായി? അള്ളാഹുവിന് കൊടുക്കേണ്ടതിൽ പങ്കു ചേർത്തു. അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ട ഇബാദത്തിൽ അള്ളാഹു അല്ലാത്തവരെ കൂടി പങ്കു ചേർത്തു. അതിനാണ് ശിർക്ക് ഖഫിയ് അഥവാ അവ്യക്തമായ ഗുപ്തമായ ശിർക്ക് എന്ന് പറയുന്നത്. നമ്മളിൽ പലർക്കും ഉണ്ടായി പോകുന്നുണ്ട്. ചെയ്താലും കുഴപ്പം, ചെയ്തില്ലേലും കുഴപ്പം. അതാപ്പ അതിൻ്റെ ഒരവസ്ഥ. കാരണം ആൾക്കാർ കാണാൻ വേണ്ടി ചെയ്താല് അത് പ്രശ്നം. ഇനി ആൾക്കാർ കാണുമെന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കിയാലോ? അല്ല, ഇപ്പൊ ഞാൻ ഇവിടുന്ന് നിസ്കരിച്ചാല് ഓലൊക്കെ ഇപ്പൊ കാണൂലേ, ഞാനിപ്പോ ദുഹാ നിസ്കരിക്കുന്ന ആളാണെന്ന് ഇവർ മനസ്സിലാക്കൂലേ എന്ന് വിചാരിച്ചിട്ട് ആ ദുഹാ നിസ്കാരം നിസ്കരിക്കാന്ന് ചിലവരുണ്ട്. അങ്ങനെ ഞാൻ ഇപ്പൊ ചെയ്യണില്ല, അവർ കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഒഴിവാക്കി. എന്നാലും പ്രശ്നമാണ്. കാരണം അള്ളാഹ്ക്ക് ചെയ്യേണ്ട ഒരു സംഗതി ഇവനെ കണ്ടിട്ട് ഒഴിവാക്കല്ലേ, അപ്പൊ അതും പ്രശ്നമാണ്. ചെയ്താലും പ്രശ്നം, ചെയ്തില്ലേലും പ്രശ്നം. പിന്നെന്താ ചെയ്യാ? വളരെ എളുപ്പമാണ്. രണ്ട് പരിഹാരമുണ്ട്. അതിലൊന്ന് അൽ മുദാവമത്തു അലൽ അഅമാൽ, എല്ലാ ദിവസവും പതിവായി ചെയ്യുന്ന അമലുകൾ ഉണ്ടാവും. അഫ്ദലുൽ അഅമാലി അദ്വമുഹാ വഇൻ ഖല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും ശ്രേഷ്ഠമായ അമലുകളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠമായ അമൽ എന്നും ചെയ്യുന്ന അമലുകളാണ്. വഇൻ ഖല്ല, അത് എത്ര കുറച്ചാണെങ്കിലും എന്നും ചെയ്യുന്ന അമലുകൾ ഉണ്ടാവണം. എന്നും ദുഹാ നിസ്കരിക്കുന്ന ഒരാളാണെന്ന് കരുതിക്കോളൂ, അയാൾ ആൾക്കാരുണ്ടെങ്കിലും നിസ്കരിക്കും, ഇല്ലെങ്കിലും നിസ്കരിക്കും. രോഗാണെങ്കിലും നിസ്കരിക്കും, സുഖാവസ്ഥയിലാണെങ്കിലും നിസ്കരിക്കും, യാത്രയിലാണെങ്കിലും നിസ്കരിക്കും, യാത്ര അല്ലാത്ത സന്ദർഭത്തിലാണ്. ഇത് കാരണം എൻ്റെ പതിവാണ്, ഞാനത് നിസ്കരിക്കും. അത് ആള് കണ്ടാലും ഇല്ലെങ്കിലും ഒന്നും അയാൾക്ക് ബാധിക്കൂല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് അമലുകൾ നിത്യമായി നമുക്കുണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ചെയ്യുന്ന അമലുകളാക്കി നമുക്കതിനെ മാറ്റാൻ ഒരു വഴിയുണ്ട്. രണ്ടാമത്തേത് അമലുകൾ രഹസ്യമാക്കുക എന്നതാണ്. പരസ്യമായി ചെയ്യാൻ കഴിയുന്ന അമലുകൾ പരസ്യമായിട്ടല്ലാതെ ചെയ്യാൻ കഴിയില്ല. ഉദാഹരണത്തിന് ജുമുഅ ജമാഅത്ത്, ഇൽമിന്റെ മജ്ലിസുകളിൽ പങ്കെടുക്കുക, അതൊക്കെ അമലുകളാണ്. ഇത് പരസ്യമായിട്ടല്ലാതെ ചെയ്യാൻ പറ്റൂല. അതല്ലാത്ത അമലുകളിൽ നമ്മളൊക്കെ ഏതെങ്കിലും നിലക്ക് രഹസ്യമായ അമലുകൾ ഉണ്ടാകണം. ഞാനും പടച്ചോനും മാത്രം അറിയണ എന്തെങ്കിലും അമൽ എനിക്കുണ്ടോന്ന് ഞാൻ ചിന്തിക്കണം. ഉണ്ടോ? നമുക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കൊടുത്താൽ അതിങ്ങനെ നാളാളെ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരു ഇടങ്ങേറാണ്. ഹജറുൽ അസ്വദ് ഒന്ന് മുത്തിയാലേ, എനിക്ക് ഹജറുൽ അസ്വദ് കിട്ടിയെന്നും പറഞ്ഞ ഒരു 4 മുദ്രാവാക്യം വിളിച്ചില്ലെങ്കിൽ നമുക്കൊരു ആശ്വാസം കിട്ടൂല. ഉദാഹരണം, ഏതെങ്കിലും ഒരു അമലാണെങ്കിൽ അതുകൊണ്ട് ചെയ്ത് അൽഹംദുലില്ലാഹ്. ഞാൻ ഈ ചിലവരൊക്കെ ഉണ്ടോ, ഈ ഉലമാവിനോടൊക്കെ ബന്ധമുള്ള ഒരു വലിയ സംഗതിയായിട്ട് പറയുന്നുണ്ടാവും. ഞാനും എ പി ഉസ്താദും ഭയങ്കര ഞാൻ ഉസ്താദ് വിളിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയും ചിലര്. ആയിക്കോട്ടെ, ആ ഉലമാവിനോടുള്ള ബന്ധമൊക്കെ നല്ലതാണ്, ആഖിറത്തിൽ ഉപകാരപ്പെടാൻ. അതിങ്ങനെ 4 ആളോട് പറയേണ്ട കാര്യമില്ല. ഏത് കാര്യങ്ങളാണെങ്കിലും നമ്മളും പടച്ചവനുമായി രഹസ്യ സ്വഭാവങ്ങൾ നമുക്കുണ്ടാകണം. നമ്മുടേതായ അമലുകൾ, ഞാനും പടച്ചവനും മാത്രം അറിയുന്ന അമലുകൾ നമുക്കുണ്ടാവില്ല. ഉണ്ടാവാൻ സാധ്യത കുറവാണ്.
ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അങ്ങനെ ലഈഫൊന്നുമല്ല, നിങ്ങളെ കണ്ടിട്ട് അമലുകൾ മാറ്റിവെക്കേണ്ട ഒരു ആവശ്യമൊന്നും എനിക്കില്ല. ഹുവദാഖ്, നിങ്ങൾ കണ്ട അമല് തന്നെയാണ് എൻ്റെ ദൈനംദിന അമൽ, അതിനേക്കാൾ കൂടുതലൊന്നും ഞാൻ ചെയ്യലില്ല. സഅദ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇതെനിക്ക് വളരെ തുച്ഛമായ അമലുകളായിട്ടാണ് തോന്നിയത്, നിങ്ങളെക്കാൾ കൂടുതൽ ഞാൻ അമലുകൾ ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു തിരിച്ചു പോവുകയാണ്. പോകുന്ന സമയത്ത് ഒരൽപ്പം അങ്ങെത്തിയപ്പോൾ സഅദ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തിരിച്ചു വിളിക്കുന്നു, ഇർജിഅ ഇബ്ന അഖീ, ഒന്നിങ്ങോട്ട് തന്നെ തിരിച്ചു വരണം. ഖസ്ലത്തുൻ ഉഖ്റാ, വേറെ ഒരു കാര്യം പറയാനുണ്ട്, ഒരു കാര്യം പങ്കുവെക്കാനുണ്ട്, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് സഅദ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണ്? ഇന്നി ആഖുദു മൽജഈ വലൈസ ഫീ ഖൽബി ഹിഖ്ദുൻ അലാ അഖീനൽ മുസ്ലിം. എല്ലാ രാത്രികളിലും ഞാൻ ബെഡിലേക്ക് കിടക്കാൻ പോകുമ്പോൾ എന്റെ കൽബിൽ ഒരു മുസ്ലിമായ മനുഷ്യനോട് യാതൊരു നിലക്കുമുള്ള പകയോ വിദ്വേഷമോ ഇല്ലാതെയാണ് ഞാൻ എല്ലാ ദിവസവും എന്റെ കിടക്കപ്പായിലേക്ക് പോകാറുള്ളതെന്ന് സഅദ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആരോടും വെറുപ്പില്ലാത്ത കൽബാണ്, വിദ്വേഷമില്ല, പകയില്ല, അസൂയയില്ല, അവന്റെ അനുഗ്രഹങ്ങൾ നശിച്ചു പോകണമെന്നില്ല. ആരോടും പകയില്ലാതെ ഒരാളോടും വെറുപ്പില്ലാതെയാണ് ഞാൻ എല്ലാ ദിവസവും എന്റെ കിടക്കപ്പായിലേക്ക് പോകാറുള്ളതെന്ന് സഅദ് ബിൻ മാലിക് തങ്ങൾ പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹാദിഹി ബലഗ്ത ബികാ, ഇതാണ് അങ്ങയെ സ്വർഗത്തിൽ കടത്തിയ ഘടകം. ഒരാളോടും വിദ്വേഷമില്ലാത്ത കൽബ് വേണം. സ്വർഗത്തിൽ കുരുട്ടേറ്റ് പോകാൻ കഴിയില്ല, അങ്ങനെയുള്ളവരവിടെ ഇല്ല. എത്രയോ വ്യക്തമായ ഹദീസുകളുണ്ട്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹ്മി, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗ്ഗത്ത് കടക്കൂല. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിനൽ കിബ്ർ, കിബ്റിൽ നിന്ന് ഒരു അണുമണിത്തൂക്കമാരുടെയെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ അവർ സ്വർഗത്ത് കടക്കൂലാണ്. മഹാന്മാരായ ഇമ്മത്ത് കിബ്റിന്റെ അലാമത്ത് പറയുന്നു. നമ്മൾ വലിയ ആൾക്കാരെ കാണുന്ന നമുക്ക് തോന്നും, ജനങ്ങളെ നിസ്സാരമായി കാണുക, സത്യത്തെ അവഗണിക്കുക, അതാണല്ലോ കിബ്ർ എന്ന് പറഞ്ഞാൽ. നമ്മളാണ് ഏറ്റവും ഉഷാറ്. നമ്മൾ പറയുന്നത്, കിബ്റിന്റെ അലാമത്ത് പറയുന്നിടത്തൊക്കെ പറയാം, ഞാൻ പറയുന്നത് എല്ലാവരും അനുസരിക്കണം, ഞാൻ പറയുന്നതുണ്ട് കേൾക്കണം. നമ്മൾ അധികാരമുള്ള ആളായിരിക്കാം, എന്നാലും നമ്മൾ പറയുന്നത് കേൾക്കണം. എങ്ങോട്ടെങ്കിലും നടന്നു പോകുന്ന സമയത്ത് മുന്നിൽ നടക്കേണ്ടത് ഞാനാണ്. ഞാൻ വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം, എന്നെ എല്ലാവരും ബഹുമാനിക്കണം. അവരെല്ലാം എന്നെക്കാൾ താഴെയുള്ളവരാണെന്ന തോന്നൽ നമ്മുടെ കൽബിൽ തോന്നിപ്പോയാൽ അതിനാണ് കിബിർ. അത് കിബിറിന്റെ ലക്ഷണമാണ്. അപ്പൊ ഒരാളോടും കിബിറില്ലാത്ത നിലക്കാണ് രാത്രി കിടന്നുറങ്ങാറുള്ളത്. അസൂയയില്ല, പകയില്ല, നല്ല ശുദ്ധമായ കൽബോടെ കിടന്നുറങ്ങുന്നത് കൊണ്ടാണ്. ഒരുപക്ഷെ അതായിരിക്കാമെന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ആ ഘടകമാണ് നിങ്ങളെ സ്വർഗത്തിൽ കടത്തിയത്. അപ്പൊ സ്വർഗത്തിൽ കടക്കാൻ ആദ്യം ശുദ്ധമായ കൽബ് വേണം. മനുഷ്യന്മാരെ പരസ്പരം നമ്മൾ മാത്രം നല്ലൊരു, ബാക്കിയുള്ളവരൊക്കെ മോശം, അതാണ് ഇന്നത്തെ കാഴ്ചപ്പാട്. എക്സ്ക്യൂസ് പറയുക നമ്മളെല്ലാ വിഷയത്തിലും. നമ്മളെ പോരായ്മ ഒരിക്കലും അംഗീകരിക്കൂല, ഓരോ പോരായ്മ. ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നാ പറയാൻ. ഞാനൊക്കെ റെഡിയാണ്, ബാക്കിയുള്ളവർ ഫുൾ മോശമാണ്. അതല്ല, നമ്മളുടെ പോരായ്മകളെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് വേണം. അതാണ് ഏറ്റവും വലിയൊരു മനസ്സ്. ഞാൻ ഏറ്റവും ചെറിയ ആളാണ് എന്ന ഒരു തോന്നൽ നമ്മളിലുണ്ട്. അപ്പൊ എന്തൊരു രസമായിരിക്കും എന്നറിയാം. പരസ്പരമുള്ള ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട് തന്നെ അങ്ങനെ, മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്. നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നു, ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. ചെറിയവർ വലിയവരെ ബഹുമാനിക്കുന്നു, വലിയവർ ചെറിയവരെ സ്നേഹിക്കുന്നു. എന്തൊരു രസാന്നറിയാതെ. മറ്റേ ചെറിയനെ കാണുമ്പോ അങ്ങനെ അവന്റെ മനസ്സിൽ എന്ത് പീക്കിരി കുട്ടികള്,
വലിയ ആൾക്കാരെ കാണുമ്പോൾ ചെറിയ ആളുകൾക്ക് ഉണ്ടാവേണ്ട മനോഭാവത്തെ പറ്റി ഇമാം ഗസാലി തങ്ങൾ പറയുന്നു. ഇവരെന്നെക്കാൾ എത്ര കാലം നിസ്കരിച്ച ആൾക്കാരാ. 70-80 വയസ്സുള്ള ഒരാളെ കാണുമ്പോൾ സുബ്ഹാനല്ലാഹ് 80 കൊല്ലം അല്ലെങ്കിൽ 60-70 കൊല്ലം പടച്ചോന് വേണ്ടി സുജൂദ് ചെയ്ത ആളല്ലേ ഇത്, എന്നെക്കാൾ എത്ര വലിയ മുന്തിയ ആളാണ്. അപ്പൊ ഈ വലിയ ആള് ചെറിയ ആളെ കാണുമ്പോ എന്താ കരുതേണ്ടത്? ഓനക്കാൾ 80 കൊല്ലം സുജൂദ് ചെയ്ത ആളാ ഞാൻ പറയുന്നത് കേൾക്കണം. അങ്ങനല്ല. സുബ്ഹാനല്ലാഹ്, ചെറിയൊരു കുട്ടി 10-15 വയസ്സല്ലേ ആയിട്ടുള്ളൂ, എൻ്റെ അത്ര തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ആകെ 15 കൊല്ലല്ലേ പ്രായപൂർത്തിയായിട്ട്, 3-4 കൊല്ലായിട്ടുള്ളൂ, ഇത്രോ നിസ്കരിക്കുന്നു, ഒരു തെറ്റും ചെയ്യാത്ത കുട്ടിയല്ലേ, എന്നെക്കാൾ ഉഷാറാണെന്ന് മുതിർന്നവർ കരുതിയാൽ ആ ചെറിയ കുട്ടിയെ നമ്മൾ അറിയാതെ ബഹുമാനിച്ചു. ഇവിടെ വാടാ, അങ്ങോട്ട് പോടാ, ഇതല്ല ശൈലി. നമ്മളെ സമീപനങ്ങളിലുള്ള വ്യത്യാസം, സമീപനങ്ങളിൽ മാറണം, കുറെ മാറണം. റെസ്പെക്റ്റ് ആണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അനുഭവം ഇമാം ബഗവി റളിയല്ലാഹു അൻഹു പറയുന്നു. വഅരിദ് അനിൽ ജാഹിലീൻ, ആവശ്യമില്ലാത്ത കാര്യങ്ങളെ തൊട്ട് പിന്തിരിഞ്ഞു കളയണം എന്ന് പറയുന്നിടത്ത് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരു കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, നീ ആരെ മോനാണെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, ഞാൻ ആരെ മോനാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വലിയ ഒരു പാഠം പഠിപ്പിച്ച നിലക്ക് ആ കുട്ടിയെ ബഹുമാനിക്കുക. കാരണം കുട്ടി ആരെ മോനാന്ന് അറിയേണ്ട ഒരു ആവശ്യം ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഇല്ലല്ലോ. എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരു മെന്റാലിറ്റി ഉണ്ടാകണം. അൺകണ്ടീഷണൽ ഫോർഗിവ്നെസ് ആൻഡ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയും. എല്ലാവർക്കും പൊരുത്തപ്പെട്ടു കൊടുക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, ആരോടും വെറുപ്പില്ലാത്തൊരു കൽബ്. എന്ത് രസായിരിക്കുക കൽബ്. മറ്റേതോനെ കണ്ടാൽ ഈ പ്രഷറും മറ്റു രോഗങ്ങളൊക്കെ കൂടുന്നത് കൊണ്ട് എല്ലാവരോടും വെറുപ്പാണ്, പകയാണ്, വിദ്വേഷമാണ്. എന്നാൽ അത് പാടില്ല. സ്വർഗത്തിലുള്ളവരുടെ കൽബ് ശുദ്ധമാണ്. ശുദ്ധമായ കൽബുള്ളവർ മാത്രമേ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് അമലുകൾ എടുത്ത് സ്വഭാവം മോശമായാൽ സ്വർഗത്ത് കടക്കാൻ അമലുകൾ കുറേ ചെയ്യുക എന്നല്ല, അള്ളാഹു ഹലാലാക്കിയ ആസ്വാദനങ്ങളുണ്ട്, ആസ്വാദനങ്ങൾ ആസ്വദിക്കാനുള്ളതാണ്. അള്ളാഹു ഹലാലാക്കിയ അനുവദിച്ചിട്ടുള്ളതായ ആസ്വാദ്യകരമായ കാര്യങ്ങളുണ്ട്. ദീൻ എന്ന് പറഞ്ഞാൽ വെറും കൽപ്പനകളുടേതും ശാസനകളുടേതും മാത്രമല്ല. ഇസ്ലാം ആയാൽ കുടുങ്ങി എന്ന് പറയുന്ന ഇന്റർവ്യൂകളാണ് ഇപ്പൊ പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര കണിശമായ നിയമങ്ങളാണ് ഇസ്ലാമിൻ്റെത്. പാട്ടില്ല, ആസ്വാദനമില്ല, എൻജോയ്മെന്റ് ഇല്ല, മുഴുവൻ കാർക്കശ്യങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്നാണ് പുതിയ തലമുറ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇസ്ലാം അനുവദിച്ചതായ എൻജോയ്മെന്റുകളുണ്ട്. അള്ളാഹു പറയുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ അള്ളാഹു ഹലാലാക്കിയതിനെ നിങ്ങൾ ഹറാമാക്കുന്നത്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്നഹു ജാഅ സലാസു റഹ്തിൻ ഇലാ ബുയൂതി അസ്വാജിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 പേരടങ്ങുന്ന ഒരു സംഘം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ വീട്ടിൽ വരുന്നു. യസ്അലൂന അൻ ഇബാദത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബാദത്തിനെ പറ്റി അവരോട് ചോദിക്കുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോട് ചോദിച്ചു, മുത്തുനബിയുടെ ഇബാദത്ത് എങ്ങനെയായിരുന്നു? രാത്രി അവിടുന്ന് ഇബാദത്ത് എടുക്കാറുള്ളത് എങ്ങനെയാണ്? ഫലമ്മാ ഉഖ്ബിറൂ കഅന്നഹും തഖാല്ലൂഹാ. ഭാര്യമാർ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബാദത്ത് അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് തോന്നി, ഞങ്ങളുടെ ഇബാദത്ത് വളരെ കുറച്ച് മാത്രമേ ഉള്ളല്ലോ. അദ്ദൂഹാ ഖലീലാ, ഞങ്ങൾ കുറച്ച്
കുറച്ചല്ലേ ചെയ്യുന്നുള്ളൂ. ഫഖാലു, അങ്ങനെ അവര് പറഞ്ഞു, ഐന നഹ്നു മിനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയിലേക്ക് ചേർത്തി നോക്കുമ്പോൾ നമ്മൾ എവിടെയാണുള്ളത്? നമ്മൾ എത്ര അമലുകളാണ് ചെയ്യുന്നത്? നമ്മൾ കുറഞ്ഞ അമലുകളല്ലേ ചെയ്യുന്നുള്ളൂ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകട്ടെ ഖദ് ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു പാപങ്ങളെല്ലാം തൊട്ട് മറയിട്ടിട്ടുണ്ടല്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ അല്ലാഹുവിന്റെ ഹബീബ് പാപം ചെയ്തിട്ടില്ലല്ലോ, വരാനിരിക്കുന്ന കാലത്തും പാപം ചെയ്യുകയില്ലല്ലോ. അപ്പൊ മുത്തുനബി പാപം ചെയ്യാതിരുന്നിട്ടും എത്ര അമലുകളാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ പാപങ്ങളൊക്കെ ചെയ്തിട്ടും നമ്മുടെ അമലുകൾ കുറവാണല്ലോ. അവരിങ്ങനെ പരസ്പരം അടക്കം പറഞ്ഞിട്ട് അതിൽ നിന്നുള്ള ഒരാള് പറയുന്നു, അമാ അന ഫഇന്നി ഉസല്ലിൽ ലൈല അബദാ, ഇന്ന് മുതൽ എല്ലാ രാത്രികളിലും ഞാൻ നിസ്കാരമാണ്, ഞാൻ ഇനി ഉറങ്ങുകയില്ല എന്നൊരാള് വാക്കെടുക്കുന്നു. ഒരാള് പറയുന്നു. രണ്ടാമത്തവൻ പറഞ്ഞു, അന അസൂമുദ്ദഹ്റ, ഞാൻ ഇനി മുതൽ എല്ലാ പകലിലും നോമ്പാണ്, നോമ്പില്ലാത്ത പകലെനിക്കില്ല, എല്ലാ പകലുകളിലും ഞാൻ നോമ്പനുഷ്ഠിക്കുമെന്ന് മറ്റൊരാളും പറയുന്നു. മൂന്നാമത്തവൻ പറയുന്നു, അന അഅ്തസിലുൻ നിസാ ഫലാ അതസവ്വജു അബദാ, ഞാൻ ഇനി കല്യാണം കഴിക്കില്ല, ഞാൻ പെണ്ണുങ്ങളെ തൊട്ട് ദൂരെയാവുകയാണ്, ഞാൻ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുകയാണ്, എനിക്കിനി പെണ്ണ് വേണ്ടെന്ന് മൂന്നാമത്തെ ആളും പറഞ്ഞു. അവര് മടങ്ങിപ്പോകാനിരിക്കുന്ന സമയത്താണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നത്. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുന്നു, അൻതുമുല്ലദീന ഖുൽതും കദാ വകദാ, നിങ്ങൾ മൂന്നാളും ഇതുപോലെയെല്ലാം പറഞ്ഞുവല്ലേ, തീരുമാനങ്ങൾ എടുത്തുവല്ലേ. എന്നാൽ അമാ വല്ലാഹി ഇന്നി ലഅഖ്ശാകും ലില്ലാഹി വഅത്ഖാകും ലഹ്, നിങ്ങളെക്കാൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നവൻ ഞാനാണ്, നിങ്ങളെക്കാൾ അല്ലാഹുവിനെ തഖ്വയുള്ളവനും ഞാനാണ്. കണ്ടോ, ഞാൻ നോമ്പ് നോൽക്കുന്നുണ്ട്, നോമ്പ് മുറിക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. കണ്ടില്ലേ നിങ്ങൾ, ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട്, കുടുംബജീവിതം നയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നീ, എന്റെ സുന്നത്തുകളിൽ നിന്ന് മുഖം തിരിഞ്ഞു നിൽക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. അങ്ങനെ വേണ്ട, വലിയ എന്നെക്കാൾ വലിയ തഖ്വയും ഭക്തിയുള്ളവനാകണ്ട. ഞാൻ നോമ്പ് നോൽക്കുന്നു, നോമ്പില്ലാത്ത ദിവസമുണ്ട്, കൊല്ലം മുഴുവൻ നോമ്പ് നോൽക്കണ്ട. ഞാൻ നിസ്കരിക്കുന്നുണ്ട്, കിടന്നുറങ്ങുന്നുണ്ട്, രാത്രി മുഴുവൻ നിസ്കരിക്കേണ്ട. കല്യാണം കഴിക്കാതെ കുടുംബജീവിതം നയിക്കാതെ, അങ്ങനെ കുടുംബജീവിതം നയിക്കാതെ ബ്രഹ്മചര്യം സ്വീകരിക്കൽ ഇസ്ലാമിലില്ല. അങ്ങനെ നടക്കേണ്ടതില്ല, കല്യാണവും കഴിക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുകയാണ്, ഇതെല്ലാം ചെയ്യണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അല്ലാതെ കഠിനമായ നിലക്ക് കല്യാണം കഴിക്കാതെ ഉറങ്ങാതെ, ചിലരങ്ങനെ പറയും, ഉറങ്ങരുത്, ഉറങ്ങാതെ അമലെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലാ യുരീദു ബിക്കുമുൽ ഉസ്ർ യുരീദു ബിക്കുമുൽ യുസ്ർ, നിങ്ങൾക്ക് അല്ലാഹു ഉദ്ദേശിക്കുന്നത് എളുപ്പമാണ്. ലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, പ്രയാസം അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഒരു മനുഷ്യന് പ്രയാസമാണ് രാത്രി തീരെ ഉറങ്ങാതെ അയാൾ പണിയെടുത്താൽ, അയാൾ ഇബാദത്തെടുത്താൽ അയാളുടെ ശരീരത്തിന് അപകടം ചെയ്യുമെങ്കിൽ അത് ചെയ്യൽ നിഷിദ്ധമാണ് എന്ന് ആവശ്യമായ ഉറക്കും വിശ്രമവും ശരീരത്തിന് കൊടുക്കണം. അപ്പൊ ചിലരൊക്കെ ചില സ്വാലിഹ്യങ്ങളെ പറ്റി, ചില മഹാന്മാരെ പറ്റി അങ്ങനെ വന്നിട്ടുണ്ടല്ലോ, അതിനെപ്പറ്റി പണ്ഡിതന്മാർ കൃത്യമായ നിവാരണം നമുക്ക് തരുന്നുണ്ട്. അതിലൊന്ന്, അതിൽ വന്ന പല സംഭവങ്ങളുടെയും സനദ് സ്വഹീഹല്ല എന്നാണ്. ചിലര് രാത്രി മുഴുവൻ 4, 5, 6 ദിവസം ഒന്നും ഉറങ്ങാതെ ഇബാദത്തെടുത്ത് എന്നൊക്കെ ചിലരെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇനി സ്വഹീഹാണെങ്കിൽ തന്നെ ഇപ്പറഞ്ഞത് വഹി അനുസരിച്ചുകൊണ്ടുള്ള നിയമമാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്.
അള്ളാഹു പറയുന്നതാണ് നിങ്ങൾക്ക് പ്രയാസം ഇച്ഛിക്കുന്നില്ലെന്ന് അള്ളാഹു പറയുമ്പോൾ മറ്റുള്ളത് ഈ വഹി അനുസരിച്ചുള്ള നിയമത്തിനെതിരാണ്. അപ്പൊ അത് പിൻപറ്റപ്പെടേണ്ടത് അള്ളാഹു പറഞ്ഞതാണ്. ഉള്ളത് തന്നെ ചെയ്താൽ മതി. അതെന്നെ എമ്പാടുണ്ട് ചെയ്യാൻ. ചിലർക്ക് ആവേശം കൂടുമ്പോ റേഞ്ച് വരുന്നതിനനുസരിച്ച് മൊത്തത്തിൽ ഒരു എന്താ പറയാ ഹയാത്ത്, ഈ ഒറ്റപ്പെട്ട രാവിനെ ഹയാത്താക്കുന്നതിനെ പറ്റി ഒന്നല്ല പറയുന്നത്. അന്നും കിടന്നുറങ്ങിയാ പിന്നെ അത് ഭയങ്കര നഷ്ടമാണ്. അത് ഉറക്കൊഴിക്കണം എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള രാത്രികൾ ഉണ്ടാവും. എല്ലാ ദിവസങ്ങളിലും അങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. ദീൻ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും എളുപ്പം ഉദ്ദേശിച്ചിട്ടുണ്ട്. നോക്ക് നിങ്ങൾ, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. ലമ്മാ സല്ലാ ഇമാമൻ ഫഅതാല. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മുഅ്മിനീങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുന്നു. അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ വലിയ വലിയ സൂറത്ത് ഓതിയിട്ട് നീട്ടി നീട്ടി നിസ്കരിക്കുകയാണ്. ഫശുഖ അലൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് ആ നിസ്കാരം വലിയ പ്രയാസമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് ഇബ്നു ജബൽ തങ്ങളെ വിളിപ്പിച്ചിട്ട് ചോദിച്ചു, യാ മുആദ് അഫത്താനുൻ അൻത യാ മുആദ് അഫത്താനുൻ അൻത അഫത്താനുൻ അൻത. 3 തവണ മുആദിനെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, മുആദേ, നീ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുകയാണോ? ഫലൗലാ സല്ലൈത ബിസബ്ബിഹി ഇസ്മ റബ്ബിക്കൽ അഅ്ലാ വശംസി വദുഹാഹാ വല്ലൈലി ഇദാ യഗ്ശാ. നിനക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സൂറത്തുകൾ ഓതിയിട്ട് ഇശാ നിസ്കാരം ഇവർക്ക് ഇമാമായി നിസ്കരിച്ചുകൂടായിരുന്നോ? എന്തിനാണ് വലിയ വലിയ സൂറത്ത് ഓതിയിട്ട് മഅ്മൂമീങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ ഇങ്ങനെ നീട്ടി നിസ്കരിക്കുന്നത്? ഫഇന്നഹു യുസല്ലി വറാഅകൽ കബീർ വദ്ദഈഫ് വദുൽ ഹജാ. കാരണം നിന്റെ പിന്നിൽ മഅ്മൂമായി നിസ്കരിക്കുന്നവരിൽ ബലഹീനരായ ആളുകൾ ഉണ്ടാകും. കുറെ നേരം നിൽക്കുമ്പോൾ കാലുവേദനയുള്ളവർ നിന്റെ പിന്നിലുണ്ടാകും. അതുപോലെ തന്നെ പ്രായാധിക്യമുള്ളവരുണ്ടാകും. അതുപോലെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നവരുണ്ടാകും. ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോ ജമാഅത്തായി മുടങ്ങണ്ടെന്ന് കരുതിയിട്ട് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നവരുണ്ടാകും. മറ്റു പല ആവശ്യങ്ങൾക്ക് മാർക്കറ്റിലേക്ക് വന്നവരുണ്ടാകും. അവരൊക്കെ വെച്ചിട്ട് നീട്ടി നീട്ടി അങ്ങ് നിസ്കരിച്ചാൽ അത് ജനങ്ങൾക്ക് പ്രയാസമല്ലേ? അഫത്താനുൻ അൻത യാ മുആദ്, നീ പ്രശ്നമുണ്ടാക്കുകയാണോ മുആദേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് ഇബ്നു ജബൽ തങ്ങൾ ഇത് ചെയ്തത് എന്താ മോശമുള്ള കാര്യമാണോ? അല്ല. നിസ്കാരം നീട്ടി നിസ്കരിക്കലും നിസ്കാരത്തിൽ വലിയ സൂറത്തോതലും നല്ലത് തന്നെയാണ്. പക്ഷേ ജനങ്ങൾക്ക് പ്രയാസമാണെന്ന് തോന്നിയാൽ അത് ചെയ്യാതിരിക്കലാണ് നല്ലതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ മത്രൂക്കായ പള്ളികൾ എന്ന് പറയും. പുറത്തുനിന്നുള്ള ആളുകളൊക്കെ, യാത്രക്കാരും എന്നെന്നുമുള്ള ആളുകളല്ലാത്തവരൊക്കെ വരുന്ന പള്ളികളിൽ വലിയ സൂറത്തോതി നീട്ടി നിസ്കരിക്കാൻ പാടില്ല. മഹ്സൂറായ പള്ളികൾ വേറെയുണ്ട്. എന്നും വരുന്ന ആളുകളാണ് വരിക ആ പള്ളിയിൽ. അവർക്കെല്ലാവർക്കും ഇഷ്ടാണ് ഇമാമ് നീട്ടി വലിയ സൂറത്തോതിയിട്ട് അവിടെ തറാവീഹ് നിസ്കരിക്കൽ. നോളജ് സിറ്റിയിൽ അങ്ങനെയാണ്. ജാമിഉൽ ഫുതൂഹിൽ എല്ലാ ദിവസവും തറാവീഹൊക്കെ കഴിയുമ്പോഴേക്ക് 1-2 മണിക്കൂറാകും. അവിടെ വരുന്ന എല്ലാവർക്കും അറിയാം 2 മണിക്കൂറാകും അവിടെ തറാവീഹ് കഴിയാൻ. ആസ്വദിച്ചുകൊണ്ട് തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി അവിടെ ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ബദറുൽ കുബ്ര, ബദരീങ്ങളുടെ ആണ്ട്, ബുധനാഴ്ച ഇൻഷാ അല്ലാഹ് നോളജ് സിറ്റിയിൽ വലിയ ജനബാഹുല്യത്തോടുകൂടി ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ബദറുൽ കുബ്ര നടക്കാനിരിക്കുകയാണ്. കഴിയുന്നവരൊക്കെ അതിൽ സംബന്ധിക്കണം. ഒരുപാട് ആലിമീങ്ങളും സാദാത്തുക്കളും എല്ലാം സംബന്ധിക്കുന്ന പരിപാടിയാണ്. അപ്പൊ കൃത്യമായ അവിടെയുള്ള ആളുകൾക്ക്, വരുന്നവർക്കൊക്കെ അറിയാം എല്ലാവരും തൃപ്തിപ്പെട്ടവരാണ്. മഹ്സൂറായ പള്ളികളിൽ തൃപ്തിപ്പെട്ടവരാണ്.
മുളസിറ്റി മഹ്സൂറായ പള്ളി എന്നല്ല പറഞ്ഞത്, അവിടുത്തെ ചര്യകളും ചിട്ടകളും ഒക്കെ അറിയുന്നവരും അത് തൃപ്തിപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് എത്തുന്നവരുമാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നീട്ടി ഓതുന്നത് കൊണ്ട് കുഴപ്പമില്ല. പിന്നെ ദുആഇന്റെ കാര്യം പറയണം. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന നിലക്ക് നീട്ടി ദുആ ചെയ്യാൻ പാടില്ല എന്നാണ് ശൈഖുന സുൽത്താനുലുലമൊക്കെ എപ്പോഴും പറയാറുള്ളത്. ടൗണുകളിലെ പള്ളികളിലൊക്കെ ആണെങ്കിൽ, നമ്മളെ പള്ളികളിലൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ. ചില പള്ളികളിൽ ചെന്നാൽ പഠിച്ചെല്ലാ ദുആഉം കഴിയുന്നത് വരെ അങ്ങനെ നീട്ടി ദുആക്കും. അപ്പൊ ദുആ വളരെ ചുരുങ്ങിയ മൂജസായ കലിമത്തുകളിൽ ദുആ ചെയ്തുകൊണ്ട് ആളുകളെ ഫ്രീ ആക്കി കൊടുക്കണം. നിസ്കാരം നീട്ടിയപ്പോൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ശകാരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ നീട്ടാൻ പാടില്ല, ജനങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ നല്ല ദീനിനോട് ചില കാര്യങ്ങൾ, കുടുംബത്തോട് ഉത്തരവാദിത്തങ്ങൾ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും മിതത്വവും നല്ല ഒരു ബോധത്തോടു കൂടെ ചെയ്യുന്നവരുമായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന എത്രയോ സംഭവങ്ങൾ കാണാം. ദീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പിടിച്ചിട്ട് ഇടങ്ങേറാക്കലല്ല. ജുമുഅ കഴിഞ്ഞിട്ട് എണീറ്റ് പോകേണ്ടവർക്ക് എണീറ്റ് പോയിക്കോട്ടെ, എല്ലാവരും ഇവിടെ ഇരിക്കുന്നു പറയണ്ട. കാരണം എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്നവരാവൂല. അങ്ങനെ പ്രയാസപ്പെടുത്തണ്ട. ആളുകൾക്ക് ബോധ്യം വരും. ആളുകൾ ദീനിന്റെ ഈ സൗന്ദര്യാത്മകമായ ഒരു ഭാവമുണ്ട്, ആസ്വാദനമാണ്. അങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ദീനിനെ ഉൾക്കൊള്ളുമ്പോൾ, ദീനിനെ അറിയുമ്പോൾ, ഞാൻ ഇനി കുറെ കാര്യങ്ങൾ പറയണ്ട, അപ്പോഴാണ് ദീനിന്റെ ഈ ഒരു സൗന്ദര്യത്തെ, വലിയ ഭാരമൊന്നുമല്ല, ബാലികേറാമലയൊന്നുമല്ല ദീൻ എന്ന് പറഞ്ഞാൽ. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്, നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് അള്ളാഹു വെച്ചിട്ടുള്ള പ്രതിഫലം കണ്ടാൽ ഇത്രയും വലുതാണോ ദീനിന്റെ പ്രതിഫലത്തിന്റെ അധ്യായം എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. ഇതിനൊക്കെ പ്രതിഫലമുണ്ട്. കഴിയുന്നതൊക്കെ ചെയ്യാം. എന്തൊക്കെ കഴിയും അതൊക്കെ നമുക്ക് ചെയ്യാം. ചെറിയ ചെറിയ അമലുകൾ, അതാ ഞാൻ തുടക്കത്തിൽ തന്നെ ഓതി വെച്ചത്, ഏത് ചെറിയ അമലാണെങ്കിലും അതവിടെ കാണാണ്ടാവും. അങ്ങനെ എത്ര ചെറിയ അമലുകൾ ദൈനംദിനം നമുക്ക് ചെയ്യാനുണ്ട് എന്നറിയങ്ങള്. അപ്പൊ അതുകൊണ്ട് പ്രയാസപ്പെടുത്തരുത്. വെറും ഇബാദത്തായി കൊണ്ടുള്ള ഒരു ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടില്ല. വെറും ഇബാദത്തായി കൊണ്ടുവരണം. മുഅ്മിനെല്ലാം ഇബാദത്താണ്. എന്നാൽ കുടുംബത്തെ പറ്റി ചിന്തയില്ലാതെ, സമൂഹത്തെ കുറിച്ച് ചിന്തയില്ലാതെ, ഉത്തരവാദിത്തങ്ങളെ പറ്റി ബോധമില്ലാതെ അങ്ങനെ നടക്കുന്ന ചില ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തിൽ അത്തരത്തിലുള്ള ഒരു കേസ് എത്തുകയാണ്. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അഖാഹു അബൂ ദർദാ. ഒരു ദിവസം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകാരനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ സന്ദർശിക്കാനെത്തി. ഫമാ വജദഹു, അബൂ ദർദാ റളിയല്ലാഹു അൻഹു വീട്ടിലില്ല. വലാകിന്നഹു വജദ ഉമ്മ ദർദാ വഹിയ മുതബദ്ദില. പക്ഷേ അവിടെ അബൂ ദർദാ തങ്ങളുടെ ഭാര്യയുണ്ട്. അവർ മുഷിഞ്ഞ വേഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നു. ഫസഅലഹാ അൻ ശഅനിഹാ, എന്താണ് നിങ്ങൾ ഇങ്ങനെ മുഷിഞ്ഞ വേഷത്തിൽ നിൽക്കാനുള്ള കാരണമെന്ന് സൽമാനുൽ ഫാരിസി തങ്ങൾ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ മഹദി പറഞ്ഞു, അഖൂക അബൂ ദർദാ ലൈസ ലഹു ബിനാ ഹാജത്തുൻ ഫിദ്ദുനിയാ, നിന്റെ കൂട്ടുകാരനായ അബൂ ദർദാഇന് എന്റെ വിഷയത്തിൽ താല്പര്യമില്ല. അയാൾ ഇബാദത്ത് എടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. അയാൾക്ക് എന്റെ വിഷയത്തിൽ യാതൊരു താല്പര്യവുമില്ല. പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നടക്കുന്നത്? എന്റെ വിഷയത്തിൽ എന്റെ ഭർത്താവിന് താല്പര്യമില്ലല്ലോ. അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഫജാ അബൂ ദർദാ, അബൂ ദർദാ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് വരുന്നു. സൽമാനുൽ ഫാരിസിയാകുന്ന തന്റെ കൂട്ടുകാരനെ സൽക്കരിക്കുന്നു, ഭക്ഷണം പാകം ചെയ്യുന്നു. ഫഖാല ലഹു കുൽ
എന്നിട്ട് സൽമാനുൽ ഫാരിസി തങ്ങളോട് പറഞ്ഞു, തിന്നോളൂ. ഖാല ഫഇന്നി സായിമൂൻ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തിന്നോളൂ, ഞാൻ നോമ്പുകാരനാണെന്ന് സൽമാനുൽ ഫാരിസി തങ്ങളോട് അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ പറഞ്ഞു, മാ അന ബിആകിലിൻ ഹത്താ തഅകുൽ. നിങ്ങൾ തിന്നണവരെ ഞാനും തിന്നൂല. നിങ്ങൾ നോമ്പുകാരനാണെങ്കിൽ ഞാനും തിന്നണില്ല, അതുകൊണ്ട് നിങ്ങൾ നോമ്പ് തുറന്നിട്ട് എന്റെ കൂടെ നിങ്ങളും തിന്നണം. ഫഅകല. അങ്ങനെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശത്തിന് വഴങ്ങി ഒരു നോമ്പ് മുറിച്ചു, തിന്നു. അങ്ങനെ ഫലമ്മാ കാന ലൈൽ, രാത്രിയായപ്പോൾ അബൂ ദർദാ റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ എഴുന്നേറ്റു. അന്ന് സൽമാനുൽ ഫാരിസി അവിടെ തങ്ങുകയാണ്. രാത്രി നിസ്കരിക്കാൻ എഴുന്നേറ്റപ്പോൾ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് സൽമാൻ തങ്ങൾ പറഞ്ഞു, നം, ഉറങ്ങവിടെ. രണ്ടാമതും അദ്ദേഹം എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി വന്നു. അപ്പോഴും പറഞ്ഞു, നം, കിടന്നുറങ്ങ്, സമയമായിട്ടില്ല, ഉറങ്ങ്. മൂന്നാമതും അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ബഹുമാനപ്പെട്ടവർ വീണ്ടും നിസ്കരിക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നം, ഒന്നുകൂടി കിടന്നുറങ്ങ്. അങ്ങനെ ഫലമ്മാ കാന മിൻ ആഖിരിൽ ലൈലി ഖാല സൽമാൻ, രാത്രിയുടെ അവസാനമായപ്പോൾ, തഹജ്ജുദിന്റെ നേരമായപ്പോൾ, തഹജ്ജുദിന്റെ നേരം എന്നാൽ ഇശാ നിസ്കരിച്ചുകൊണ്ട് ഉറങ്ങിയാലൊക്കെ തഹജ്ജുദിന്റെ സമയമാണ്. അത്താഴത്തിനോടടുത്ത രാത്രിയുടെ അവസാന സമയമായപ്പോൾ സൽമാനുൽ ഫാരിസി തങ്ങൾ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഖുമിൽ ആൻ, ഇപ്പോൾ നിസ്കരിച്ചോ, എഴുന്നേറ്റുകൊണ്ട് നിസ്കരിച്ചോളൂ. അങ്ങനെ രണ്ടാളും എഴുന്നേറ്റുകൊണ്ട് നിസ്കരിച്ചു. നിസ്കാരത്തിന്റെ ശേഷം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന ലി റബ്ബിക അലൈക ഹഖ്ഖാ വലി നഫ്സിക അലൈക ഹഖ്ഖാ വലി അഹ്ലിക അലൈക ഹഖ്ഖാ ഫഅഅതി കുല്ലദി ഹഖ്ഖിൻ ഹഖ്ഖഹു. നിന്റെ ശരീരത്തോട് നിനക്ക് ചില ബാധ്യതകളുണ്ട്. നിന്റെ ശരീരം ഉറക്കൊഴിച്ചുകൊണ്ട് നീ അപകടപ്പെടുത്താൻ പാടില്ല. അത് ഇബാദത്തിന് മാത്രമല്ല, ജോലിക്കാണെങ്കിലും അപകടപ്പെടുത്താൻ പാടില്ല. പകല് മുഴുവൻ പണിക്ക് പോയിട്ട് വൈകുന്നേരം പിന്നെ സെക്യൂരിറ്റി പണിക്ക് പോവുകയാണ്. സമ്പാദിക്കാനുള്ള വ്യഗ്രതയിലാണ്. ഉറക്കൊഴിച്ചിട്ട് ശരീരത്തിന് അപകടം വരുമെങ്കിൽ അങ്ങനെ ഉറക്കൊഴിക്കരുതെന്നാണ് ഇസ്ലാമിന്റെ കൽപ്പന. കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ തഹ്ലുക്കത്തി, നാശത്തിലേക്ക് നിങ്ങൾ വലിച്ചെറിയരുതെന്ന് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് നീ ഉറങ്ങിയിട്ട് പിന്നെ നിസ്കരിച്ചോളൂ എന്ന് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഉപദേശിക്കുകയാണ്. അതുപോലെ തന്നെ നിന്റെ കുടുംബത്തോട് നിനക്ക് ബാധ്യതയുണ്ട്, ഭാര്യയോട് ബാധ്യതയുണ്ട്. ഭാര്യയോടുള്ള കടപ്പാടുകളിൽ അവർക്ക് ശാരീരികമായി നിർവഹിക്കേണ്ട ബാധ്യതകളുണ്ട്, സാമ്പത്തികമായി നിർവഹിക്കേണ്ട ബാധ്യതകളുണ്ട്. എല്ലാ ബാധ്യസ്ഥർക്കും അവരുടെ ഹഖിനെ നിർവഹിച്ചു കൊടുക്കണോ, അവരുടെ ബാധ്യതകളെ നിറവേറ്റി കൊടുക്കണോ. എന്നിട്ടൊക്കെയാണ് ഇബാദത്ത് എടുക്കേണ്ടതെന്ന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ, പിറ്റേന്ന് നേരം പുലർന്നപ്പോ ഫഅതാ അബൂ ദർദാ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫദകറ ദാലിക ലഹു. നേരം പുലർന്നപ്പോ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് പോയി അബൂ ദർദാ റളിയല്ലാഹു അൻഹു പരാതി പറയുന്നു, നബിയേ, ഞാൻ എല്ലാ ദിവസവും നോൽക്കുന്ന നോമ്പ് സൽമാനന്റെ നോമ്പ് മുറിപ്പിച്ചു നബിയേ. രാത്രി എന്നെ നിസ്കരിക്കാൻ സൽമാൻ അനുവദിച്ചില്ല. ഞാൻ നിസ്കരിക്കുമ്പോൾ എന്നോട് ഉറങ്ങാൻ പറഞ്ഞു. സൽമാൻ എന്നെ കൊണ്ട് അതെല്ലാം ചെയ്യിപ്പിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ദർദാ തങ്ങളോട് പറയുന്നു, സദഖ സൽമാൻ,
സൽമാൻ പറഞ്ഞതാണ് ശരിയായ നിലപാട്, സൽമാൻ പറഞ്ഞതാണ് യഥാർത്ഥമായ ദീനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസികൾക്ക് സമാധാനവും സ്നേഹവും എളുപ്പവും പറയാൻ വന്ന നേതാവാണ്, പഠിപ്പിക്കാൻ വന്നവരാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെയും അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെയും യമനിലേക്ക് പറഞ്ഞേക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് രണ്ടാളോടും പറയുന്നുണ്ട്, ബശ്ശിറാ വലാ തുനഫിറാ. നിങ്ങൾ ജനങ്ങൾക്കൊക്കെ സന്തോഷിപ്പിക്കണം, വെറുപ്പിക്കരുത്, മനുഷ്യന്മാരെ വെറുപ്പിക്കരുത്. യസ്സിറാ വലാ തുഅസ്സിറാ. നിങ്ങൾ രണ്ടാളും ജനങ്ങൾക്ക് എളുപ്പം നൽകണം, എടങ്ങേറുണ്ടാക്കരുത്, എടങ്ങേറുണ്ടാക്കാൻ പാടില്ല. ദീൻ എന്നാൽ ഇന്നമദ്ദീനു യുസ്റുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ ഈ ദീൻ ലളിതമാണ്, സിമ്പിളാണ്, സരളമാണ്, നിങ്ങൾ ഇതിനെ എടങ്ങേറാക്കരുത്. പറഞ്ഞിട്ട് എടങ്ങേറാക്കുകയോ അല്ലെങ്കിൽ ആളുകൾക്ക് പ്രയാസം സൃഷ്ടിക്കുകയോ ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീങ്ങളോട് അതീവ ദയയുള്ളവരും കരുണയുള്ളവരുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നത് കാണാം, അസീസുൻ അലൈഹി മാ അനിത്തും എന്നാൽ അതിന്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പറഞ്ഞതുകൊണ്ടുള്ള താല്പര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിന് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നിടത്ത് എളുപ്പം നൽകുന്നവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസമുള്ളിടത്തൊക്കെ എളുപ്പം നൽകുന്നവരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രയാസപ്പെടുത്തലല്ല, എന്നാലോ വലാ തഅ്തദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. അങ്ങനെ ഉണ്ടാവും ചിലര്, ദീനൊക്കെ എളുപ്പമാണ്, പടച്ചോനൊക്കെയാണ് പുറത്തു തരും, അങ്ങനൊന്നുമില്ല, അല്ലാഹു റഹ്മാനു റഹീമാണ്, ദീനിൽ അങ്ങനെ ഇബാദത്ത് എടുത്തോളൊന്നുമില്ല. ഇപ്പറഞ്ഞതിന്റെ വേറൊരു വിലക്ക് വ്യാഖ്യാനിക്കും. അങ്ങനെ അവര് അതിര് വിട്ട് കടന്നവരാണ്. അങ്ങനല്ല, അത്യാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നമ്മുടെ ഉലമാ ദൈനംദിന കാര്യങ്ങളിൽ ഇബാദത്തുകളിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. നിസ്കാരത്തിൽ യാതൊരു നിലക്കുള്ള വിട്ടുവീഴ്ചയും പാടില്ല. ഇനിയിപ്പോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നുണ്ട്. ഇതൊക്കെ ചെയ്താൽ വലിയ പുണ്യം കിട്ടും, സ്വർഗം കിട്ടും, സ്വർഗത്തിൽ വലിയ സ്ഥാനം കിട്ടും എന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. എന്നാ ഇതൊക്കെ ചെയ്യും ആള് നിസ്കരിക്കൂല, എന്നാലോ ഒരു കാര്യമില്ല. അതും ഭാരമല്ല, നിസ്കാരം ഒരു ഭാരമല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഖാശിഈങ്ങളല്ലാത്തവർക്ക്, ഹൃദയത്തിൽ ഭയഭക്തിയും തഖ്വയും ഇല്ലാത്തവർക്ക് ഈ നിസ്കാരം വലിയൊരു ഭാരമായി തോന്നും എന്നാ പറയുന്നത്. അത് വലിയൊരു ഭാരമായിട്ട് തോന്നും. എന്നാൽ ഇതൊന്നും ഭാരമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള അറിഞ്ഞുകൊണ്ട് സർഗാത്മകമായി ചെയ്യേണ്ട ഇബാദത്തുകളാണ് നിസ്കാരങ്ങളും മറ്റെല്ലാ ആരാധനകളും, ദീനിൻ്റെത് മുഴുവൻ. ഇതൊരു പ്രഹസനമായിട്ട് ചെയ്താലോ, ഇതൊക്കെ ചെയ്യണ്ടേ, എന്താ പിന്നെ നോമ്പ് ചൂടാണ്, ഇതുകൊണ്ട് കഴിഞ്ഞു പോണം എന്ന് വിചാരിച്ചാൽ അതൊരു പ്രയാസാണ്. എന്നാൽ ഇത് കഴിഞ്ഞു പോകരുത്. ഒരു വിശ്വാസിക്ക് വലിയ കിട്ടിയ അത്യപൂർവമായ ഒരു നിമിഷങ്ങളാണ്, അത്യപൂർവമായ സാഹചര്യങ്ങളാണെന്ന് ചിന്തിച്ചാൽ ഓരോ സമയവും നമുക്ക് വിലപ്പെട്ട സമയങ്ങളായി ഉപയോഗിക്കാൻ കഴിയും. ഇന്നകും ഉമ്മത്തുൻ ഉരീദ ബികുമുൽ യുസ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹു എളുപ്പം വിചാരിച്ചിട്ടുള്ള ഒരു ഉമ്മത്താണ് നിങ്ങളുടെ ഉമ്മത്ത്. അങ്ങനെയാണ്. പൂർവികരായ ഉമ്മത്ത് അങ്ങനല്ല. നേരത്തെ ഉണ്ടായിരുന്ന ഉമ്മത്തിന് നോമ്പ് 3 ദിവസമൊക്കെ ഉണ്ടായിരുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും എന്നതിന്റെ വ്യാഖ്യാനത്തിൽ പല മുഫസ്സിറുകളും പറയുന്നുണ്ട് 3 ദിവസം. ആ ദിവസത്തിൽ തന്നെ പെണ്ണുങ്ങളൊന്നും അടുത്തേക്ക് ഇവർക്ക് പോകാൻ പറ്റൂല. അന്ന് 3 ദിവസം ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത നിലക്കുള്ള നോമ്പുകൾ പഴയ കാലത്തിലുള്ള ഉമ്മത്തിനുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ
ലൈലത്ത സിയാമി അർറഫസു ഇലാ നിസാഇക്കും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്ക് പെണ്ണുങ്ങളുടെ അടുത്ത് രാത്രി പോകാം, പകല് മാത്രമേ പോകാൻ പറ്റാത്തതുള്ളൂ. പോകാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അവരോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാത്ത സന്ദർഭം റമദാനിന്റെ പകലിൽ. രാത്രി ബന്ധപ്പെടാം. ഉഹില്ലലക്കും എന്ന് പറഞ്ഞാൽ ബന്ധപ്പെടണം എന്നല്ല, നേരത്തെ നിഷിദ്ധമായിരുന്ന ഒരു സാധനത്തെ ഉഹില്ലലക്കും അനുവദിക്കപ്പെട്ടു, അയക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിന്റെ അവസാനത്തെ 10 സ്ത്രീകളെ ഭാര്യമാരെ ഉപേക്ഷിക്കുമായിരുന്നു, മുഴുവനായി പള്ളിയിൽ ഇഅ്തികാഫിരിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയുന്നത് കാണാം. അപ്പൊ അങ്ങനെ കഠിനമായ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാം, നല്ല കാര്യമാണ്. എന്നാ ഒരാൾക്ക് വീട്ടിൽ ഭാര്യന്റെ അടുത്ത് പോകാം, ഉഹില്ലലക്കും, ഹലാലാണ്. അതേ ദീൻ പറയുന്നുള്ളൂ. തോന്നിയതുപോലെ നിങ്ങൾ എല്ലായിടത്തും എല്ലാ പെണ്ണിന്റെ അടുത്തും ചെന്നുന്ന ലിബറലിസ്റ്റ് കാഴ്ചപ്പാടുകൾ, വളരെ സ്വതന്ത്രമായ ലൈംഗിക നിലപാടുകൾ ഇസ്ലാമിനില്ല എന്നതിനർത്ഥം ഇസ്ലാം കണിശമായ നിലപാടാണെന്നല്ല. ഇസ്ലാം ജൈവികമായ നിലപാടുകളാണ് നമ്മോട് കൽപ്പിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടവരെ മാത്രമേ സമീപിക്കാൻ പാടുള്ളൂ. എന്നാ പിന്നെ എല്ലാം സ്വതന്ത്ര ലൈംഗികത, അതിന്റെ ഒക്കെ ഒരു പരിണിതി ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഫാദർലെസ് സൊസൈറ്റി, പിതാവില്ലാത്ത സമൂഹങ്ങൾ വലിയ രൂപത്തിൽ ഉണ്ടായി വരുന്നു. കുട്ടികൾക്ക് വാപ്പ ആരാണെന്നറിയില്ല. കാരണം അങ്ങനെ അത്രയും പിടുത്തം വിട്ട, ബിക്കോസ് ഓഫ് ഫ്രീ സെക്സ്, ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളവരോട് തോന്നിയതുപോലെ ലൈംഗിക വീഴ്ചകളിൽ ഏർപ്പെടാനുള്ള സാഹചര്യവും, കൂടെ ജീവിച്ചിട്ട് കുട്ടികളായാൽ പിന്നെ പിരിയണമെന്ന് തോന്നുമ്പോ അങ്ങനെ അങ്ങ് പിരിഞ്ഞ് ജീവിച്ച് എത്രയോ ആളുകളുടെ കൂടെ കുട്ടികൾ അനാഥരും അന്യാധീനപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ വന്നുപോയി. കുടുംബം എന്ന അടിത്തറ തന്നെ തകർന്നു പോകുന്ന ഒരു അവസ്ഥ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാമിലേക്കുള്ള കടന്നുവരവ് കൂടുതൽ എന്ന് പല ഗവേഷകരും, കെവിൻ ബ്രൈസ് ലണ്ടനിലെ സ്വാൻസി യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പഠനത്തിൽ പറയുന്നുണ്ട്. ഒരു വർഷത്തിനകം about 1 lakh people embraced Islam from London itself. ലണ്ടനിൽ നിന്ന് മാത്രം 100,000-ഓളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് എന്നാ പറയുന്നത്. ഇസ്ലാമിന്റെ ഒരു സൗന്ദര്യമാണ് their negative impact about the British culture എന്നാ പറയുന്നത് കെവിൻ ബ്രൈസ്. അവർക്ക് ബ്രിട്ടീഷ് സംസ്കാരം ഇഷ്ടല്ല, തോന്നിയതുപോലെ ജീവിക്കുന്ന ഈ സംസ്കാരം. എന്നാൽ ഇസ്ലാം പറഞ്ഞു, ഇതൊന്നും സംഭവിക്കാതിരിക്കാൻ, എയ്ഡ്സ് പകരാതിരിക്കാൻ, അതുപോലെ തന്നെ കുട്ടികൾ അന്യാധീനപ്പെടാതിരിക്കാൻ, അവരെ തെരുവിലേക്ക് ഇറക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ വളരെ കൃത്യമായ കുടുംബജീവിതം വെച്ച് പുലർത്തണമെന്ന് പറയുമ്പോൾ അതിനെ കളിയാക്കുന്നവർ, അത് മോശമാണെന്ന് തോന്നുന്നവർ, ആർക്കാ കുഴപ്പം? ഇസ്ലാമിനാണോ അതല്ല മറ്റു പുതിയ കാഴ്ചപ്പാടുകൾക്കാണോ? അതാണ് ശരിക്കും പുതിയ കാഴ്ചപ്പാടുകളുടെ പരിമിതികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലം യബ്അത്നി മുഅന്നിതൻ വലാ മുതഅന്നിതാ. അല്ലാഹു എന്നെ അയച്ചിട്ടുള്ളത് ബഅത്നി മുഅല്ലിമൻ മുയസ്സിറാ, പ്രയാസമുണ്ടാക്കുന്നവരായിട്ടല്ല, എളുപ്പം നൽകുന്നവരും എളുപ്പം പഠിപ്പിച്ചു കൊടുക്കുന്നവരുമായിട്ടാണ്. ദീന് പഠിപ്പിച്ചു കൊടുക്കുന്നവരും എളുപ്പം പഠിപ്പിച്ചു കൊടുക്കുന്നവരുമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നിയോഗിച്ചിട്ടുള്ളതെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ ഹദീസുകളിൽ കാണാം. എത്രയോ ഹദീസുകളുണ്ട്, ഞാൻ ചുരുക്കുകയാണ്, അങ്ങോട്ട് കടക്കുകയല്ല. എല്ലാ കാര്യങ്ങളിലും ഇതുപോലെയുള്ള ലാളിത്യം വേണം, എല്ലാ കാര്യങ്ങളിലും ഇതുപോലെയുള്ള എളുപ്പം വേണം. കല്യാണത്തിന്റെ കാര്യമാകട്ടെ, ഇബാദത്തിന്റെ കാര്യമാകട്ടെ, എല്ലാ കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള എളുപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, ഖൈറുൻ നികാഹി ഐസറുഹു, നിക്കാഹുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ നിക്കാഹ് ലളിതമായി നടക്കുന്ന നിക്കാഹാണ്. കാട്ടിക്കൂട്ടലുകളുള്ള നിക്കാഹല്ല, ആർഭാടങ്ങളുള്ള നിക്കാഹല്ല, എളുപ്പമുള്ള ലളിതമായ നിക്കാഹുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഏറ്റവും ഉത്തമമായ നിക്കാഹ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇന്നൊക്കെ നടക്കുന്ന പേക്കൂത്തുകൾ നിക്കാഹ് മാത്രല്ല, എല്ലാ ചടങ്ങുകളും എല്ലാവർക്കും ഒരു ഭാരമാണ്. ദീൻ അങ്ങനെ വെച്ചിട്ടില്ല. എത്രയാണ് പണത്തിന്റെ പേരിൽ ആളുകൾ പ്രയാസപ്പെടുന്നത്. ചില നാട്ടുനടപ്പുകൾ
ദീൻ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം, ഉള്ളതിനനുസരിച്ച് ചെയ്യാന്നുള്ളതാ. ഈ കാട്ടിക്കൂട്ടലുകൾ അതിലേക്ക് വരുമ്പോഴാണ് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. മക്കളെ കെട്ടിച്ചു വിട്ടാലും പോരാ, ആ കെട്ടിച്ചു വിട്ടതിന് ശേഷം അവരുടെ വീട് നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട് ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലങ്ങളിലും പ്രയാസമാണ്. ചില നാട്ടു നടപ്പുകൾ, അതിന്റെ പേരിൽ സ്ത്രീ പീഡനങ്ങൾ, വീട്ടിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ, എന്താണ് അങ്ങനെ, എന്താ ഇങ്ങനെ, ഒന്നും ദീന് പറയുന്നതല്ല. ദീന് എളുപ്പമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മഹർ കൊടുക്കുന്നതിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ കഴിയുന്ന രൂപത്തിൽ എത്രയാണോ നിനക്ക് മഹർ കൊടുക്കാൻ കഴിയുക, മഹർ മിസ്ലി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അവളെ പോലത്തെ ആളുകൾക്ക് എത്രയാണോ മഹർ നൽകാറുള്ളത്, ആ മഹർ കൊടുക്കാൻ കഴിയുന്നവർ അത് കൊടുക്കുക. അല്ലെങ്കിൽ കഴിയുന്നത് എത്രയാണോ അതിനനുസരിച്ചുള്ള മഹർ കൊടുത്തിട്ടാണ് കല്യാണം കഴിക്കേണ്ടത്. ഏറ്റവും ലളിതമായ നിലക്ക് കല്യാണം നടത്തുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, മാ ഖുയ്യിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈന അംറൈനി ഖത്തു ഇല്ലാ അഖദ ഐസറഹുമാ മാ ലം യകുൻ ഇസ്മാ. രണ്ട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നുപെട്ടു. രണ്ട് കാര്യങ്ങളുണ്ട്. ആ രണ്ട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഓപ്ഷനായി നിൽക്കുകയാണ്. വേണമെങ്കിൽ ഇതെടുക്കാം, അല്ലെങ്കിൽ ഇത് ചെയ്യാം. അങ്ങനെ രണ്ട് ഓപ്ഷൻ വന്ന് നിൽക്കുന്ന സമയത്ത് ഏറ്റവും എളുപ്പമായ കാര്യമല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെരഞ്ഞെടുത്തിട്ടില്ല. ഫഇൻ കാന ഇസ്മൻ കാന അബ്അദൻ നാസി മിൻഹു. തെറ്റല്ലാത്ത കാര്യമാണെങ്കിൽ, രണ്ടും നല്ല കാര്യങ്ങളാണ് എങ്കിൽ ഏറ്റവും എളുപ്പമായ കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെരഞ്ഞെടുക്കാറുള്ളത്. തെറ്റായ കാര്യമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ നിന്ന് വിദൂരത്താകുമായിരുന്നു എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പങ്കുവെക്കുന്നത് കാണാം. അപ്പൊ ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇബാദത്തുകളിൽ, അമലുകളിൽ പെട്ടതാണ്. നിങ്ങൾ നോക്ക്, ദൈനംദിന കാര്യങ്ങളിൽ നമ്മൾ ചെയ്യുന്ന എത്രയോ കാര്യങ്ങൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം എത്ര. നമ്മൾ നിത്യമായി ചെയ്യുന്ന കാര്യങ്ങൾ, ശുദ്ധിയാക്കുക, കുളിക്കുക, ശുദ്ധിയാക്കുക, അത് ഈമാനിന്റെ പകുതിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഈമാനിന്റെ പകുതി എപ്പോഴും വൃത്തിയും ശുദ്ധിയും ഉണ്ടായാൽ ഈമാനിന്റെ പകുതി നമുക്ക് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ബ്രഷ് ചെയ്യും നമ്മൾ, നമ്മൾ ബ്രഷ് ചെയ്യുന്നത് സുന്നത്താണ്, ഇബാദത്താണ്, അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് കൂലി കിട്ടുന്ന അമലാണ്. എല്ലാ ദിവസവും എല്ലാ സന്ദർഭങ്ങളിലും ബ്രഷ് ചെയ്യാം, എപ്പോ ബ്രഷ് ചെയ്താലും കൂലി കിട്ടും. എന്നാൽ നോമ്പുകാരനാണെങ്കിൽ സവാലിന്റെ ശേഷം, ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യാൻ പാടില്ല, കറാഹത്താണ്. അത്യാവശ്യം വായനാറ്റമുണ്ടെങ്കിൽ അല്ലാതെ ബ്രഷ് ചെയ്യാൻ പാടില്ല. എന്നാൽ എല്ലാ സന്ദർഭങ്ങളിലും ബ്രഷ് ചെയ്യാം. നമ്മുടെ വായക്ക് ഗുണം കിട്ടുന്നു എന്നതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ തൃപ്തിക്കത് കാരണമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പൊ അള്ളാഹുവിന്റെ റിള കിട്ടാൻ ബ്രഷ് ചെയ്താൽ മതി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്ക് നിങ്ങൾ, ഇനി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, വമൻ തവല്ലഅ ഫഅഹ്സനൽ വുദു, നല്ല വുദുഇന്റെ സുന്നത്തുകളൊക്കെ എടുത്തിട്ട് ഒരാൾ ഒരു വുദു എടുത്തു, എല്ലാ സുന്നത്തുകളും 3 തവണ കഴുകേണ്ടതൊക്കെ കഴുകി, തല മുഴുവൻ തടവേണ്ടതൊക്കെ തടവി, അങ്ങനെ എല്ലാ സുന്നത്തുകളും പാലിച്ചുകൊണ്ട് വുദു എടുത്താൽ ഖറജത് ഖതായാഹു മിൻ ജസദിഹി, അവന്റെ ശരീരത്തിൽ നിന്ന് വുദുഇന്റെ വെള്ളം ഇങ്ങനെ ഉറ്റി വീഴുന്നതനുസരിച്ച് പാപങ്ങളൊക്കെ അല്ലാഹു ഇങ്ങനെ പൊറുത്തു തരുന്നതാണ്. നോക്കൂ നിങ്ങൾ, എത്ര വുദു നമ്മൾ എടുക്കുന്നുണ്ട്, നമ്മൾ അനുഷ്ഠിക്കുന്ന ചെറുദോഷങ്ങളൊക്കെ ആ വുദുഇന്റെ. അതുകൊണ്ടാണ് നമ്മുടെ മദ്ഹബിൽ വുദു എടുത്ത വെള്ളം തുടക്കാൻ പാടില്ല, അത് കറാഹത്താണ്. ഹനഫി മദ്ഹബിൽ അത് തുടക്കണം എന്നാണ്, നമ്മുടെ മദ്ഹബിൽ അത് തുടക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്, കറാഹത്താണ്. വുദു എടുത്ത വെള്ളം അങ്ങനെ ഉറ്റി ഉറ്റി പാപങ്ങളായി ഉറ്റി ഉറ്റി പോകട്ടെ. മാത്രമല്ല, വുദുഇൽ നിന്ന് കഴിഞ്ഞ് വിരമിച്ചതിന് ശേഷം മുത്തുനബി പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വ റസൂലുഹു
എന്നാ ദുആ ആരെങ്കിലും ചൊല്ലിയാൽ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി الثمانية يدخل من أيها شاء സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങൾ അവന് തുറക്കപ്പെടുമെന്നും അതിലിഷ്ടമുള്ളതിലൂടെ സ്വർഗ്ഗത്തിലേക്ക് കടക്കാമെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇതൊക്കെ ഇപ്പൊ എന്നും ചെയ്യുന്ന കാര്യമാണ്. വുളു എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ദുആ ചൊല്ലിയാൽ മതി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദിക്കസ് സ്വാലിഹീൻ. ആ ദുആ നമ്മൾ നിർവഹിച്ചാൽ സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടും എന്നാണ്. മാത്രമല്ല വജഅല ഖുതുവാതിൽ മാശി ഇലസ് സ്വലാത്തി ഇഹ്ദാഹുമാ തഹുത്തു ഖതീഅതൻ വൽ ഉഖ്റാ തർഫഉ ദറജ. നോക്ക് നിങ്ങൾ, പള്ളിയിൽ വീട്ടിൽ നിന്ന് വുളു എടുത്തിട്ട് പള്ളിയിലേക്ക് നടന്നിട്ടാണ് വരുന്നതെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു അടി കാല് വെക്കുമ്പോൾ പാപങ്ങൾ പൊറുപ്പിക്കുന്നു, മറ്റേ അടി നമ്മുടെ ദറജ ഉയർത്തുകയും ചെയ്യുന്നു. ഇത് നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണ്. അങ്ങനെ എത്രയെത്ര നല്ല നല്ല ഇതിനൊക്കെ കൂലി കിട്ടുകയാണ്. ഇതൊക്കെയാണ് നിസ്സാരമായ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല വൽ മുനാദി ബിൽ അദാനി യുഗ്ഫർ ലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നബി തങ്ങൾ പറയുന്നു, ബാങ്ക് വിളിക്കുന്നവർ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കും. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു കൊടുക്കും. മാത്രമല്ല അവരുടെ ബാങ്ക് കേൾക്കുന്ന എല്ലാ ഉണങ്ങിയതും പച്ചയുമായ എല്ലാ സസ്യലതാദികളും എല്ലാ വസ്തുക്കളും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്ക് വിളിക്കുന്നവന്റെ കൂലിയപ്പ. ഇനി ആ ബാങ്ക് വിളിക്കുന്നവനെ കേൾക്കുന്നവൻ വഖാല മിസ്ല ഖൗലിഹി കാന ലഹു കഅജ്രിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറയാണ്, ബാങ്ക് വിളിക്കുന്നവൻ പറയുന്നത് പോലെ ഇജാബത്ത് കൊടുത്താൽ ആ ഇജാബത്ത് കൊടുത്തവനും ബാങ്ക് കൊടുക്കുന്നവന്റെ കൂലിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് പറഞ്ഞാൽ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് കേട്ടാൽ വഅന അശ്ഹദു റളീതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീനാ എന്നാരെങ്കിലും പറഞ്ഞാൽ ഗുഫിറ ലഹു ദംബുഹു, അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നത് കാണാം. മാത്രമല്ല നിസ്കാരത്തിന് തന്നെ അല്ലാഹു വലിയ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. നിസ്കാരത്തിലേക്ക് നേരത്തെ പോകുന്നതിന്, മാത്രമല്ല പള്ളിയിലേക്ക് നേരത്തെ പോയാൽ സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സ്ഥാനം പറയുന്നുണ്ട്. വമൻ സല്ലൽ ഇശാ ഫീ ജമാഅത്തിൻ, ഇശാ ജമാഅത്തായി നിസ്കരിച്ചാൽ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, പകുതി രാത്രിയുടെ പകുതി മുഴുവൻ നിസ്കരിച്ചവനെ പോലെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വമൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ സല്ലൽ ലൈല കുല്ലഹു, സുബ്ഹ് ജമാഅത്തായി നിസ്കരിച്ചാൽ അവന് പകല് രാത്രി മുഴുവൻ നിസ്കരിച്ചവനെ പോലെയാണെന്നാണ്. പകല് സുബ്ഹിക്ക് പള്ളി പോകണം, എന്നാ രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഫളായിലുൽ അഅമാലുകൾ പറയുന്ന ഇങ്ങനെ എത്രയോ നല്ല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ദീനാണ്. ഇതൊക്കെ എളുപ്പമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് ചെയ്യുന്ന കാര്യങ്ങളിൽ. നോക്ക് നിങ്ങൾ, റക്അതാനി ഖബ്ലൽ ഫജ്ർ ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. ഫജ്റിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം ദുനിയാവും അതിലുള്ള സകലതും കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സുബ്ഹിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്തായ നിസ്കാരങ്ങൾ നമ്മൾ നിസ്കരിക്കണം. വമൻ സല്ല 12 റക്അത്തിൻ ഫീ യൗമിൻ വലൈലത്തിൻ, ആരെങ്കിലും രാത്രിയിലും പകലിലുമായി 12 റക്അത്ത് നിസ്കരിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗ്ഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കും എന്നാണ് സുന്നത്തായ നിസ്കാരങ്ങൾ. മാത്രമല്ല ദുഹാ നിസ്കാരത്തെ പറ്റി പറയുന്നു, തുഅദ്ദി ശുക്ര നിഅമതി ജമീഇ മഫാസിലിൽ ഇൻസാൻ,
മനുഷ്യന്റെ എല്ലാ കെണിപ്പുകളുടെയും എണ്ണമനുസരിച്ചുള്ള ശുക്ർ ചെയ്യാൻ ദുഹാ നിസ്കാരം നിർവഹിച്ചാൽ മതി എന്നാണ്. ശുക്ർ ചെയ്താൽ മതിയാവൂല, എന്നാൽ ദുഹാ നിസ്കരിച്ചാൽ അള്ളാഹു നമുക്ക് നൽകിയ കെണിപ്പുകളുടെ എണ്ണത്തിലുള്ള ശുക്ർ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ചെയ്യാൻ സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലർ അദ്കാറുകളെ അതിന്റെയൊക്കെ പ്രതിഫലം വളരെ കൂടുതലാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും നിസ്കരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറകിൽ ഒരാൾ നിസ്കരിച്ചു, ഫലമ്മാ റഫഅ റഅസഹു മിനർ റുകൂഇ, റുകൂഇൽ നിന്ന് എഴുന്നേറ്റപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഈ ഹദീസുകളൊക്കെ പറയുന്നത് നമ്മൾ ചെയ്യുന്ന അമലുകളിൽ തന്നെയുള്ള എത്രയോ ദിക്റുകൾ വലിയ പുണ്യം കിട്ടുന്ന ദിക്റുകളാണ്, അമലുകളാണ്. മാത്രമല്ല നമ്മൾ ചൊല്ലുന്ന അദ്കാറുകൾ ഉണ്ടല്ലോ നിസ്കാരത്തിന് ശേഷവും മുമ്പുമെല്ലാം, അതിനെല്ലാം കിട്ടുന്ന പുണ്യങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ മഹത്തായ നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കാനുള്ളത്. വമൻ ഖറഅ ആയത്തുൽ കുർസി അഖിബ കുല്ലി സ്വലാത്തിൻ ലം യംനഉഹു ദുഖൂലൽ ജന്നതി ഇല്ലാ അയ്യമൂത്. എല്ലാ ഫർദായ നിസ്കാരത്തിനും ശേഷം ആരെങ്കിലും ആയത്തുൽ കുർസി പതിവാക്കിയാൽ അവന് സ്വർഗത്തിൽ കടക്കാൻ പിന്നെ മരണം മാത്രമേ തടസ്സമുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിൽ കടക്കാം. കാരണം ആയത്തുൽ കുർസി എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും പതിവാക്കണം. നമ്മുടെ മഹത്തുക്കൾ അങ്ങനെയായിരുന്നു, അവർക്ക് ഉറപ്പാണ് സ്വർഗത്തിൽ കടക്കുന്നത്. കാരണം മുത്തുനബിയാണ് ഈ പറയുന്നത്, ആയത്തുൽ കുർസി ഒന്നും ഒഴിവാക്കൂല. അത് നോക്ക് നമ്മൾ ചെയ്യുന്ന അമലുകളിൽ. മാത്രമല്ല മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് 7 തവണ ചൊല്ലിയാൽ ആ രാത്രി മരണപ്പെട്ടാൽ അവന് നരകത്ത് കടക്കൂല എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നോക്ക് നിങ്ങൾ, ആ രാത്രി നരകത്ത് കടക്കൂല. എന്നാൽ സുബ്ഹിക്ക് ശേഷമാണ് അവൻ, സുബ്ഹിക്ക് ശേഷം ചൊല്ലിയാൽ അന്ന് പകല് മരണപ്പെട്ടാൽ അന്ന് പകൽ അവൻ നരകത്ത് കടക്കൂല എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വർഗത്തിൽ കടക്കാനുള്ള മറ്റൊരു വഴിയാണ് ഖുർആനെ സ്നേഹിക്കൽ. ഖുർആനെ സ്നേഹിച്ചാൽ അത് സ്വർഗത്തിൽ കടക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഒരു അൻസാരികളിൽപ്പെട്ട ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ് ഇന്നി ഉഹിബ്ബുഹാ, ഞാൻ ഖുർആനിനെയും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിനെയും ഇഷ്ടപ്പെടുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന, അതിനോടുള്ള നിനക്കുള്ള ഇഷ്ടം നിന്നെ സ്വർഗ്ഗത്തിൽ കടത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അങ്ങനെ എണ്ണിയാ തീരാത്ത രോഗിയെ സന്ദർശിച്ചാൽ, നോക്ക് നിങ്ങൾ, രോഗിയെ സന്ദർശിച്ചാൽ സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നല്ല സംസാരം അതിന് കൂലിയാണ്. വൽ കലിമത്തു ത്വയ്യിബത്തു സദഖ, ഒരാളെ കാണുമ്പോൾ നല്ല മയത്തിൽ സംസാരിച്ചാൽ, മയ്യത്ത് നിസ്കാരം, മൻ ശഹിദ ജനാസത്തൻ ഹത്താ യുസല്ല അലൈഹാ ഫലഹു ഖീറാത്തുൻ, ആരെങ്കിലും ഒരു ജനാസയെ അനുഗമിച്ചാൽ, ഒരു ജനാസയെ സാക്ഷ്യം വഹിച്ചാൽ അവനൊരു ഖീറാത്ത് കൂലിയുണ്ട് എന്നാണ്. മയ്യത്ത് നിസ്കാരം വരെ അനുഗമിച്ചു എന്നല്ല, ഇനി നിസ്കാരം കഴിഞ്ഞിട്ട് ദഫൻ ചെയ്യുന്നത് വരെ, ഖബറടക്കുന്നത് വരെ അനുഗമിച്ചാൽ അവർക്ക് 2 ഖീറാത്ത് പ്രതിഫലമാണെന്നാണ്. ഒരു ഖീറാത്ത് എന്നാൽ ഉഹദ് മലയോളം പ്രതിഫലം എന്നതിന്റെ അർത്ഥം. അപ്പൊ 2 ഖീറാത്ത് എന്ന് പറഞ്ഞാൽ അത്രയും പ്രതിഫല. ഖബറടക്കം ചെയ്യുന്നത് വരെ മയ്യത്തിന് അനുഗമിച്ചാൽ. നമ്മൾ ചെയ്യുന്നവർക്ക് വളരെ നിസ്സാരമായ അമലുകളാണ്. മാത്രമല്ല ഫമൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി നിർമ്മിച്ചു കൊടുത്താൽ സമ്പത്ത് കൊണ്ട് അള്ളാഹുവിലേക്ക് സ്വർഗം വാങ്ങാം. പൈസ ഉണ്ടോ, പള്ളി നിർമ്മിക്കുക. പള്ളി എടുക്കാൻ കഴിയൂലേ, പള്ളിന്റെ ആവശ്യങ്ങളിലേക്ക് എന്തെങ്കിലും കൊടുക്കുക. പള്ളി കഴിയുന്ന പള്ളിയുടെ നിർമ്മാണങ്ങളിൽ, പള്ളിന്റെ ചെലവുകളിൽ എല്ലാം നമ്മൾ കൊടുത്താൽ, മഹാന്മാരായ മഹത്തുക്കൾ പറയുന്നത് കാണാം, പള്ളി എടുത്തതിന്റെ കൂലി അവർക്ക് കഴിവനുസരിച്ച് പള്ളിപ്പണിയിലേക്ക് നൽകിയാൽ കിട്ടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനാഥ സംരക്ഷണത്തിന് സ്വർഗമാണ്. വമൻ കഫല യതീമൻ കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ജന്ന, യതീമിനെ സംരക്ഷിച്ചാൽ നബി തങ്ങളുടെ കൂടെ സ്വർഗത്തിലാണെന്നാണ്. വിധവ സംരക്ഷണം, വസ്സാഇ അലൽ അർമില, പാവപ്പെട്ട വിധവകളായ സ്ത്രീകളെ സംരക്ഷിച്ചാൽ അവർക്ക് സ്വർഗമുണ്ടെന്നാണ്. ദാനധർമ്മത്തിന് സ്വർഗമുണ്ടെന്നാണ്.
പരസ്പരം നന്ദി പറഞ്ഞാൽ സ്വർഗമുണ്ടെന്നാണ്. ഒരാൾ നിഅമത്ത് ചെയ്താൽ അയാളോട് ജസാക്കല്ലാഹ് ഖൈർ എന്ന് പറഞ്ഞാൽ ഖഫഖദ് അബ്ലഗ ഫിസ്സനാ, അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്നതിൽ അവൻ ഏറ്റവും നല്ലതിനെ എത്തിച്ചിരിക്കുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ബന്ധങ്ങൾ ചേർക്കുന്നതിന് കൂലിയാണ്. ബന്ധങ്ങൾ ചേർക്കുക, രണ്ടാൾ തെറ്റി നിൽക്കാൻ അവരെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു കൊടുക്കുക. ഇസ്ലാഹു ദാത്തിൽ ബൈൻ, രണ്ടാളുകൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരെ ഒരു രഞ്ജിപ്പിൽ എത്തിപ്പിച്ച് അവരെ തമ്മിൽ കൂട്ടിച്ചേർത്ത് കൊടുക്കുന്നതിന്, മൃഗങ്ങളെ പരിചരിക്കുന്നതിന്, നമ്മൾ ചൊല്ലുന്ന ഓരോ ദിക്റുകൾക്കും ഒക്കെ വലിയ പ്രതിഫലമാണ്. ഓരോ ദിക്റുകൾ നോക്കൂ നിങ്ങൾ, സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി എന്ന ദിക്റ് അത് സ്വർഗ്ഗത്തിൽ എത്തിക്കുന്ന ദിക്റാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം ഖഫീഫതാനി അലൽ ലിസാൻ വഹബീബതാനി ഇലർ റഹ്മാൻ തഖീലതാനി ഫിൽ മീസാൻ. അല്ലാഹുവിന് ഇഷ്ടമുള്ള നാളെ സ്വർഗ്ഗത്തിൽ ഭാരം തൂങ്ങുന്ന, മീസാനിൽ ഭാരം തൂങ്ങുന്ന അമലുകൾ ചെറിയ ദിക്റാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഒരു ദിവസം 100 തവണ ചൊല്ലിയാൽ അന്നത്തെ പാപങ്ങളെല്ലാം അത് തിരമാലകളുടെ നുര പോലെ ഉണ്ടെങ്കിലും പൊറുക്കപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീൻ എളുപ്പമാണോ പ്രയാസമാണോ? ഒരു സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലിയാൽ, അത് മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന കൂലിയാണ്. വമൻ ഖാല സുബ്ഹാനല്ലാഹി 100 മറ, ആരെങ്കിലും 100 തവണ സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ അവർക്ക് 1000 തവണ ചൊല്ലിയതിന്റെ പ്രതിഫലവും അവരെ തൊട്ട് 1000 ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളത് സ്വർഗ്ഗത്തിൽ നിന്നുള്ള നിധിയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാം സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അഹബ്ബുൽ കലാമി ഇലല്ലാഹ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എത്രയോ ദിക്റുകൾ അങ്ങനെയുണ്ട്. നമുക്ക് സംരക്ഷണം കിട്ടുന്ന മുഅവ്വിദത്താനി ഓതിയാൽ ആ ദിവസം വൈകുന്നേരവും രാവിലെയും നമുക്ക് സംരക്ഷണം കിട്ടും എന്നാണ്. മുഅവ്വിദത്താനി സൂറത്തുകൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ആയത്തുൽ കുർസി ഓതിയാൽ ശൈത്താന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടും എന്നാണ്. അന്ന് വൈകുന്നേരം വരെ യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ അവിടെ നിന്ന് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന ദിക്ർ ചൊല്ലിയാൽ ആ സ്ഥലത്ത് നിന്ന് നമ്മൾ തിരിച്ച് യാത്ര പോകുന്നത് വരെ നമുക്കൊരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്നാണ് മുത്തുനബി പഠിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ എണ്ണാൻ തുടങ്ങിയാൽ എത്ര നിസ്സാരമായ കാര്യങ്ങളാണ് വലിയ വലിയ പുണ്യം കിട്ടുന്ന, കൂലി കിട്ടുന്ന കാര്യങ്ങൾ. നമ്മൾ എക്സ്ക്യൂസ് തേടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറ്റം പറയാൻ നമ്മളെല്ലാവരും റെഡിയാ. ഭയങ്കര ഇടങ്ങേറാണ് ഇതൊക്കെ ചെയ്യല്. പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്താൽ വലിയ പുണ്യം കിട്ടാൻ അത് കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നല്ല മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലും നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.